അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നമ്മുടെ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഭരണഘടനയും ഇന്ത്യൻ ഭരണഘടനയും ശരീഅത്ത്, സമകാലിക വർത്തമാനങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ചർച്ചയുമാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടന ശരീഅത്തിന് വെല്ലുവിളിയാണോ? ശരീഅത്ത് ഭരണഘടനയ്ക്ക് വെല്ലുവിളിയാണോ? എക്സിക്യൂട്ടീവിന് ഇത് രണ്ടും പ്രതിബന്ധങ്ങളാകുന്നുണ്ടോ? ഇത്തരം ചില ആലോചനകൾ, വിശേഷം പുതിയ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയാണ് എൻ്റെ വീടിൻ്റെ ഐശ്വര്യം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന പുതിയ കാലത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്കൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് കാലിക്കറ്റ് മർക്കസ് ലോ കോളേജിലെ ലെക്ചറായ അഡ്വക്കേറ്റ് റൌഫ് ഹസനി, അതേപോലെ നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനും മഞ്ചേരിയിൽ വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ് സഫറുള്ള സാറ്, അതുപോലെ എഴുത്തുകാരനും നിയമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ് അബ്ദുള്ള, അതുപോലെ അഡ്വക്കേറ്റ് ഷൗക്കത്ത് സഖാഫി തുടങ്ങിയവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഏറ്റവും ട്രൂത്ത്ഫുള്ളായ, ഫലപ്രദമായ ഒരു ചർച്ച പ്രതീക്ഷിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരെയായി മൈക്ക് കൈമാറുകയാണ്. അഡ്വക്കേറ്റ് അബ്ദുള്ള തുടങ്ങും എന്ന് പ്രതീക്ഷിക്കാം. അഡ്വക്കേറ്റ് റൌഫ് ഹസനി ഉസ്താദ് ആരംഭിക്കും. ഇന്നത്തെ ചർച്ച ഭരണഘടന, ദേശീയത, ശരീഅത്ത്, വർത്തമാന കാലങ്ങളിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. ആയിരത്തി 1948 UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, 1966 ICCPR, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന, ഇതൊക്കെ നമുക്ക് മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി വിശ്വാസികൾക്ക് ജീവിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നമുക്ക് ഭരണഘടനയെ പരാമർശിക്കേണ്ടതുണ്ട്. ലോകത്ത് വിശുദ്ധ ഖുർആൻ ഭരണഘടനയായിട്ടുള്ള ഒരേ ഒരു രാജ്യം അത് സൗദി അറേബ്യയാണ്. നേരത്തെ അഫ്ഗാനിസ്ഥാനിലും വിശുദ്ധ ഖുർആൻ ഭരണഘടനയായിട്ട് അംഗീകരിച്ചിരുന്നു. 1940 അവസാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി ആലോചിക്കുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. വിവിധങ്ങളായ രാജ്യങ്ങളിലെ ഭരണഘടനകളെക്കുറിച്ച് നിരന്തരമായ ചർച്ചകളും പഠനങ്ങൾക്കും വിധേയമാക്കിയിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന രൂപീകൃതമാവുന്നത്. അമേരിക്കയുടെ ഭരണഘടനയ്ക്ക് 7 ആർട്ടിക്കിളുകളാണുള്ളത്. ഓസ്ട്രേലിയയുടെ ഭരണഘടനയ്ക്ക് 128 ആർട്ടിക്കിളുകളാണുള്ളത്.
എന്നാൽ കനേഡിയൻ ഭരണഘടനയ്ക്ക് 147 ആർട്ടിക്കിളുകളാണുള്ളത്. ലോകത്ത് ലിഖിതവും ലിഖിതമല്ലാത്തതുമായ ഒരുപാട് ഭരണഘടനയുണ്ട്. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ 395 ആർട്ടിക്കിളുകളും 22 പാർട്ടുകളും 8 ഷെഡ്യൂളുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് 395 ആർട്ടിക്കിളുകളും 100-ലേറെ അമെൻമെൻറ്റുകളും അതുപോലെ തന്നെ 25 പാർട്ടുകളും 12 ഷെഡ്യൂളുകളും അടങ്ങുന്ന ലോകത്തെ അതിവിശാലമായ അതിമഹത്തായ ബൃഹത്തായ ലിഖിത ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റേത്. അതിൻ്റെ ആമുഖം തന്നെ വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സെക്യുലറിസ്റ്റ് സോഷ്യലിസ്റ്റ് democratic republic and to secure all its citizen justice, equality, liberty, fraternity. ഇങ്ങനെ രാജ്യത്തെ പൗരന്മാർക്ക് നീതിയും സമത്വവും എല്ലാം ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. ആ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 25 മുതൽ 28 വരെ പരാമർശിക്കുന്നത് റൈറ്റ് ടു റിലീജിയനാണ്. രാജ്യത്തെ പൗരന്മാർക്ക് അവരവരുടേതായ മതങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്താനും സംഘടിക്കാനും തുടങ്ങി മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നതിന് പൗരന്മാർക്ക് അവരുടെ മൗലിക അവകാശമായിട്ട് രാജ്യം കണക്കാക്കിയിട്ടുണ്ട്. എന്താണ് മതം? അതും വിശദീകരിച്ചിട്ടുണ്ട്. 1950 അമേരിക്കയുടെ ഫെഡറൽ കോർട്ട് മതം എന്താണെന്ന് വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഒന്നുകൂടി കൃത്യമായി 1954 സുപ്രീം കോർട്ട് വിധിയിൽ എന്താണ് റിലീജിയൻ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മതം എന്ന് പറഞ്ഞാൽ അത് കേവലം മൂല്യങ്ങൾ മാത്രമല്ല, അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പ്രാർത്ഥനാ രീതികളുമൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് നരസു അപ്പമല്ലി എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നുണ്ട്, രാജ്യത്തെ പൗരന്മാർക്ക് മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ടെങ്കിലും അവർക്ക് അവകാശങ്ങളുണ്ട്, അവർക്ക് വ്യക്തി നിയമങ്ങളും ആകാം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ പറയുന്നത്. അതിൽ തന്നെ 13 ക്ലോസ് 3 പറയുന്നുണ്ട്, അതിലുള്ള നിയമങ്ങളൊക്കെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാമെങ്കിലും ഞാൻ പറഞ്ഞു വന്നത് സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് നരസു അപ്പമല്ലി എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയാണ്, മതം മൗലിക അവകാശമാണ്. അപ്പോൾ രാജ്യത്തെ മതവിശ്വാസികൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങൾ പ്രത്യേകമുണ്ടെങ്കിൽ അത് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയിൽ ഏതൊക്കെയാണ് വരുന്നത്? അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 താഴെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒരു ഓർഡർ, ഓർഡിനൻസ് തുടങ്ങിയ 8ഓളം സംഗതികളാണ്, യൂസേജ്, കസ്റ്റം തുടങ്ങിയ 8ഓളം സംഗതികളാണ് ജുഡീഷ്യൽ റിവ്യൂവിന് വരികയുള്ളൂ. അല്ലാത്തവയൊന്നും പേഴ്സണൽ ലോ ജുഡീഷ്യൽ റിവ്യൂവിന് വരുന്നതല്ല എന്ന് ആ കേസിൽ പരാമർശിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ജൂറിസ്പ്രൂഡൻസിൽ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിൽ ഒരുപാട് സ്കൂളുകളുള്ളതുപോലെ, മദ്ഹബുകളുള്ളതുപോലെ നിയമരംഗത്തും ഒരുപാട് സ്കൂളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് കെൻസൻ്റെ ഗ്രൻഡ് നോം തിയറി. എന്താ ഗ്രൻഡ് നോം തിയറി പറയുന്നത്? ഗ്രൻഡ് നോം തിയറിയിൽ പരാമർശിക്കുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് അത് ഭരണഘടനയാണ്. ഭരണഘടനയെ ഖണ്ഡിക്കാത്ത, ഭരണഘടനയ്ക്ക് എതിരാവാത്ത ഏത് നിയമവും നമ്മുടെ രാജ്യത്തുണ്ടാക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഭരണഘടനയിൽ നോക്കി കാണാൻ കഴിയില്ല.
അതിനു വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് IPC രാജ്യത്തുള്ളത്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഉള്ളത്, ലാൻഡ് റിഫോംസ് ആക്ട് ഉള്ളത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയിരക്കണക്കിന് ആക്റ്റുകൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഈ ആക്റ്റുകളിലുള്ള ഒരു സെക്ഷൻ പോലും രാജ്യത്തെ ഭരണഘടനയ്ക്കെതിരാവരുത് എന്നാണ് കെൻസൺ തൻ്റെ ഗ്രൻഡ്നോം തിയറിയിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ ആ നിയമം രാജ്യത്തെ ഭരണഘടനയ്ക്കെതിരാകരുത് എന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ലോ രാജ്യത്തെ വ്യക്തികൾക്കുള്ള, മുസ്ലിങ്ങൾക്കായാലും ഹിന്ദുക്കൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും അവരവരുടെ മതങ്ങളിൽ അവരുടെ വ്യക്തി നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും തന്നെ ഈ തിയറി അനുസരിച്ച് ഭരണഘടനയ്ക്ക് എതിരാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ അടുത്ത് സുപ്രീം കോടതിയിൽ നിന്നുള്ള ചില വിധികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ആ രൂപത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ വിഷയം, എവിടെയാണ് നമ്മുടെ ആശങ്കകൾ എന്ന കാര്യങ്ങളെ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാം. അങ്ങനെ ആകുമ്പം ഈ ഒരു സംവാദം വളരെ ഫലവത്താവും എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. നന്ദി. ഭരണഘടന എന്താണ്, ദേശീയത എന്താണ്, അതുപോലെ തന്നെ ശരീഅത്തും ഭരണഘടനയും കോൺഫ്ലിക്റ്റ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക, അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടോ, കുറച്ചുകൂടി നമ്മുടെ ചർച്ചയ്ക്ക് സുഗമമായ ചില ഒരു രൂപം സഫറുള്ള സാറ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ ഏതാണ് പരിഗണിക്കേണ്ടത്? സ്വാഭാവികമായി ഭരണഘടനയാണ് പരിഗണിക്കേണ്ടത്. അങ്ങനെ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏതേ, അതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ നടക്കുക എന്നുള്ളത് അത് തന്നെയാണ് പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തത് റഊഫ് ഹസനി ഇടപെടും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കൾ, സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാരെ, ഇവിടെ തന്നിരിക്കുന്ന വിഷയം കോൺസ്റ്റിറ്റ്യൂഷൻ, ദേശീയത, ശരീഅത്ത്. ഞാൻ ചെറിയൊരു ചേഞ്ച് സബ്ജക്റ്റിന്, കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും മറ്റു സബ്ജക്റ്റുകൾ എന്താണെന്ന് നമ്മൾ ഒരു ജനറലി കണ്ടു കഴിഞ്ഞു. ചർച്ച ഒന്നുകൂടി സജീവമാക്കാൻ സാറ് നിർദ്ദേശിച്ച പ്രകാരം ഞാൻ ചെറിയൊരു ചേഞ്ച് സബ്ജക്റ്റിൽ വരുത്തുകയാണ്. ശരീഅത്ത് ഓർ ഇസ്ലാം, ദേശീയത, കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്ന് തിരിച്ചിങ്ങോട്ട് അറബിയിൽ വായിക്കാൻ നോക്കുകയാണ് ഞാൻ. എന്തുകൊണ്ട് ഇസ്ലാം ദേശീയതയെ എന്ന ആശയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ആ ദേശീയത ഏതർത്ഥത്തിൽ, അതിലേക്കുള്ള ആൻസർ ആയിരിക്കണം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട ഓഡിയൻസോട് ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. വാട്ട് ഈസ് ഇസ്ലാം? എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? നമ്മൾ നിയമത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി വന്നവരാണല്ലോ. അപ്പോൾ ഇസ്ലാം എന്താണ്? ആ ഇസ്ലാമിന് ദേശീയതയുണ്ടോ എന്നൊരു കൺസെപ്റ്റ് ഇസ്ലാമിനുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്ത്? ഇസ്ലാം എന്ത്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാലേ എനിക്ക് നിങ്ങളൊരു ട്രാപ്പിൽ കൊടുക്കാനും പറ്റും. അതിനുവേണ്ടിയാണ് പെട്ടെന്ന് പറയണം, നമുക്ക് അത്രയും ടൈമുള്ളൂ അല്ലേ? അതെ അതെ. എല്ലാവരും ബ്ലാങ്ക് ആയിട്ടാണോ വന്നതെന്ന് അറിയണമല്ലോ. ഇലാഹിയായ ഒരു വലവൻ ഇലാഹി. അൽഹംദുലില്ലാഹ്, തൂഫെ പറഞ്ഞിരിക്കുന്നത് അരീഫാണ് അല്ലേ? വധുവൻ ഇലാഹി. അപ്പോൾ ഇലാഹിയായ ഒരു മനുഷ്യൻ്റെ ജീവിത ക്രമമാണ് ഇസ്ലാം. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ മനുഷ്യൻ ആവശ്യമായ മുഴുവനും പറഞ്ഞിരിക്കും, ഉറപ്പാണല്ലോ. എങ്കിൽ ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ് ദേശീയത? ഇസ്ലാമിന് ദേശീയതയുണ്ടോ? നേരത്തെ സാറ് ദേശീയതയിലേക്ക് സൂചിപ്പിച്ചു. ഇസ്ലാമിൽ ദേശീയത ഇല്ല എന്ന അർത്ഥത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ആർട്ടിക്കിൾ കണ്ടു. കാരണം പറഞ്ഞിരിക്കുന്നത് അൽ മുഅ്മിനൂന ഇഖ്വ,
മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബാഇല ലിതഅറഫു തുടങ്ങിയ ആയത്തുകളെയും ഹദീസുകളും എടുത്തുകൊണ്ട് ഒരു വിഭാഗം പറയുന്നു ഇസ്ലാമിന് ദേശീയതയില്ല, മറിച്ച് മുസ്ലിം ഉമ്മ. അതിന് ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിർവരമ്പുകൾ നിർണ്ണയിക്കാതെ മുസ്ലിം ഉമ്മത്തിനെ ഒന്നായി കാണണം എന്ന ഒരു വിശദീകരണം തൊട്ടടുത്ത ദിവസങ്ങളായി കാണാൻ കഴിഞ്ഞു. സത്യത്തിൽ ഇസ്ലാമിന് ദേശീയതയുണ്ടോ ഇല്ലേ? ഇസ്ലാമിന് ദേശീയതയുണ്ട്. എന്തുകൊണ്ട്? നേരത്തെ തൂഫയുടെ തരീഫ് പറഞ്ഞല്ലോ. ആ തൂഫയുടെ അല്ലെങ്കിൽ ഫിഖിൻ്റെ ഏത് കിതാബിൽ എടുത്തു നോക്കിയാലും ജിനായത്തിൻ്റെ ബാബിലേക്ക് വന്നാൽ, കിതാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് യുദ്ധം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫർദ് കിഫയായ സന്ദർഭങ്ങളും ഫർദ് ഐനായ സന്ദർഭങ്ങളുമുണ്ട്. എപ്പോഴാണ് ഫർദ് കിഫയാവുന്നത്? ഓഡിയൻസ് ഒക്കെ മുത്താലിമായതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ആലോചിച്ചാൽ മതി. അതോടൊപ്പം ഫർദ് ഐനുണ്ട്. എപ്പോഴാണത്? ഇവിടെ കാണാം, ഇബാറത്ത് കാണാം. ആ അവിശ്വാസികൾ നമ്മുടെ നാടുകളിലേക്ക് ഫി ദാരിന, നമ്മുടെ നാടുകളിലേക്ക് അവർ പ്രവേശിച്ചാൽ അപ്പോൾ യുദ്ധം ഫർദ് ഐനായി മാറും. ഏതാണ് നമ്മുടെ നാട്? ദാറുൽ ഇസ്ലാം മാത്രമാണോ? ദാറുൽ ഇസ്ലാം മാത്രമാണോ? അല്ല. അവിടെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് ശത്രുക്കൾ കടന്നു കയറിയാൽ അവിടെ രാജ്യസുരക്ഷയ്ക്ക് നമ്മൾ യുദ്ധത്തിന് തയ്യാറാവേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇസ്ലാമിൽ അസ്തിത്വം, ബേസിക്കായിട്ടുള്ള അസ്തിത്വം നമുക്ക് സ്ഥിരപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിന് ദേശീയതയുണ്ടോ? ഉണ്ട്. ആ ദേശീയത ഏതർത്ഥത്തിലുള്ളതാണ്? എൻ്റെ പ്രിയപ്പെട്ട മുത്തലിങ്ങൾക്ക് അറിയാൻ പറ്റും. ദാറുൽ ഹർബ്, ദാറുൽ ഇസ്ലാം, ദാറുൽ, മൂന്നാമതൊരു ദാറ് കൂടി ഉണ്ടല്ലോ, ദാറുൽ അഹദ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്, ഏത് ദാറിലാണ് നമുക്ക് നിലകൊള്ളുന്നത്? ഏതാണ്? ദാറുൽ ഇസ്ലാമാണോ, ദാറുൽ ഹർബാണോ, ദാറുൽ അഹദാണോ? ദാറുൽ അഹദ്. ഓക്കെ, എല്ലാവരും അതിന് സപ്പോർട്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദാറുൽ അഹദിലാണ് നമ്മളുള്ളത് എങ്കിൽ എന്ത് ദാറുൽ അഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട്. മുസ്ലിമും അല്ലാത്തവരും തമ്മിൽ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഒരു എഗ്രിമെൻറ്റിൽ നാമും ഒപ്പുവെച്ച് കഴിഞ്ഞാൽ മുസ്ലിമിൻ്റെ റോൾ എന്താണ്? അത് പിൻവലിക്കാൻ പറ്റുമോ? അത് ലംഘിക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അത് ലംഘിക്കാൻ പാടില്ല. അഹദ് നടത്തിക്കഴിഞ്ഞാൽ അഹദിനെ പാലിക്കുന്നവരാണ് മുസ്ലിമീങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ അടിക്കടി ആവർത്തിച്ച് പറയുന്നത് കാണാം. അപ്പോൾ ദാറുൽ അഹദാണ് ഇന്ത്യ എങ്കിൽ ആ ദാറുൽ അഹദ് താമസിക്കുന്ന നാം എവിടെയാണ് എഗ്രിമെൻ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത്? അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അന്ന് നെഹ്റുവിനോടും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഒരു വിഭാഗം പാകിസ്ഥാൻ രാജ്യമായി പോയപ്പോൾ നെഹ്റുവിൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തിലെ നേതാക്കൾ, അവർ മതപണ്ഡിതന്മാരായാലും അല്ലെങ്കിലും അവരുടേതാണ് വോയിസ്. ആ വോയിസുള്ള മുസ്ലിം നേതാക്കൾ അന്നത്തെ മറ്റുള്ള ആളുകളുമായിട്ട് എഗ്രിമെൻ്റ് ചെയ്തു. അതാണ് നേരത്തെ സാറ് സൂചിപ്പിച്ച പ്രിയാമ്പിൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അത് ഡൽഹിയിൽ വെച്ച് നടന്നാലും ഇവിടെ കൊണ്ടുകിടക്കുന്ന മുസ്ലിമിന് അത് ബാധകമാണ്. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് അവകാശം കിട്ടിയിരിക്കുന്നത്. എങ്കിൽ ആ ദാറുൽ അഹദിൽ താമസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അഹദിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ്. അപ്പം പിന്നെ വരുന്ന ചോദ്യം, ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ടാൽ നമുക്കതനുസരിച്ചിട്ട് നമ്മളും എഗ്രിമെൻ്റിൽ പുറത്ത് പോകാൻ പറ്റുമോ? ലംഘിക്കപ്പെട്ടോ? എന്താണ് മതം പറയുന്നത്? ഫുറൂഇയായ വിഷയങ്ങളിൽ അഹദ് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫുറൂഇയായ വിഷയങ്ങളുടെ ലംഘനം അത് നമുക്ക് കരാർ ലംഘനമായി പരിഗണിക്കാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് മതം പറയുന്നത്.
നമ്മുടെ നാടുകളിലേക്കുള്ള മുജ്തഹിദ് മുത്തലക്കുകൾ ഫറഇയായ വിഷയങ്ങളിൽ ഇഖ്തിലാഫുള്ളതുപോലെ നാം തമ്മിൽ എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്ന കക്ഷികൾ തമ്മിൽ ഫറഇയായ വിഷയങ്ങളിൽ, ഫോർ എക്സാമ്പിൾ മുത്തലാഖിൽ അവർ ഫറഇയായ വിഷയങ്ങളിൽ വിയോജിപ്പ് കാണിച്ചു. എങ്കിൽ നമ്മുടെ അഹദ് ലംഘിക്കപ്പെട്ടിട്ടില്ല. ഇനി ലംഘിക്കപ്പെട്ടു എന്ന് വെക്കുക, എങ്കിൽ നമുക്ക് രഹസ്യമായിട്ട് നാം അതിൻ്റെ ആളല്ല എന്ന് പറഞ്ഞു മാറാൻ പറ്റുമോ? അവിടെയും മതം പറയുന്നത് പറ്റില്ല, പരസ്യമായ പ്രഖ്യാപനം നടത്തണം. ബറാഅത്തും മിനല്ലാഹ്, പരസ്യമായ പ്രഖ്യാപനം നടത്തിയിട്ട് മാത്രമേ നമുക്ക് ലംഘനം നടത്താൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, നാം ദാറുൽ അഹദിലാണെങ്കിൽ, ഇസ്ലാം എന്ന് പറയുന്ന ദേശീയതയുണ്ടെങ്കിൽ അതിൻ്റെ എഗ്രിമെൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആർട്ടിക്കിൾ 12 കാരണം വാട്ട് ഈസ് ലോ? ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആരുണ്ടാക്കിയത്? ദ സ്റ്റേറ്റ്. എന്താ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? അത് നമ്മുടെ പാർലമെൻറ്റ്, ലെജിസ്ലേച്ചർ മുതൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് വരെ വരുന്ന മുഴുവൻ ഭരണ സംവിധാനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ലോ ഏതാണത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അത് ഓർഡിനൻസ് എന്ന പേരിലും ആക്ട് എന്ന് പറയുന്ന പേരിലും ഒക്കെ വന്നാലും അതെല്ലാം ലോയാണ്. എന്തിനായി ലോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നിർവഹണത്തിന് വേണ്ടിയിട്ടാണ്. എന്തായി ജസ്റ്റിസ് എന്ന് പറയുന്നത്? അവിടെയും മതം പറയുന്നു പാർഷ്യാലിറ്റി ഇല്ലാതിരിക്കുക, അതിനെയാണ് ജസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. ഈ ജസ്റ്റിസിനെ എങ്ങനെ നമുക്ക് ഏത് സ്റ്റാൻഡേർഡ് കൊണ്ട് അളക്കാം? അവിടെ വരുമ്പോഴാണ് നമ്മൾ ആർട്ടിക്കിൾ 25 വരുന്നത്. ആർട്ടിക്കിൾ 25 റിലീജിയസ് റൈറ്റ് ടു റിലീജിയൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുമ്പോഴും അവിടെ വിശ്വാസം എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് ആർട്ടിക്കിൾ പറയുന്നു, എവറി പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു കൺസൈസ്. ശരി ഏത്, തെറ്റ് ഏത്, ധാർമ്മിക മൂല്യം ഏത് എന്ന് തീരുമാനിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഓരോ വ്യക്തിയുടെയും ഫ്രീഡമാണ്. എന്നിട്ട് പറയുന്നു ഹി ഹാസ് എ റൈറ്റ് ടു പ്രൊഫസ്. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ വിശ്വാസകാര്യങ്ങളും അനുഷ്ഠാനങ്ങളും. വിശ്വാസത്തിൽ മതം ഭരണഘടന ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ വാട്ട് ഈസ് ലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, മനുഷ്യൻ്റെ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസിനെ മാത്രമേ ലോ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ വിശ്വാസം എൻ്റെ മനസ്സിലാണെങ്കിൽ ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ലോയും നമുക്കില്ല. ഹ്യൂമൻ ബീയിങ് ഉണ്ടാക്കുന്ന ഒരു ലോയും അത് അവൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ളതല്ല. എക്സ്റ്റേണൽ ആക്ടിവിറ്റീസിനെ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ശരി ഏത്, തെറ്റ് ഏത് എന്ന് നിർണ്ണയിക്കാനുള്ള മാനദണ്ഡവും ഭരണഘടന കൊടുത്തിരിക്കുന്നത് ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽസിന്. ഇപ്പം എനിക്ക് ശരി ഏത്, തെറ്റേത്, അതിൻ്റെ മാനദണ്ഡം എന്ത്? ഞാനാ തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ശരി തെറ്റുകളിൽ അനുസരിച്ചുകൊണ്ട് ലെജിസ്ലേച്ചർ നിയമനിർമ്മാണം നടത്തും, എക്സിക്യൂട്ടീവ് അത് നടപ്പിലാക്കും. ഈ രണ്ടുപേരും നടപ്പിലാക്കുന്ന നിയമത്തിൽ എവിടെയെങ്കിലും ഇൻജസ്റ്റിസ് ഉണ്ടോ എന്ന് നോക്കുന്ന പണിയാണ് ജുഡീഷ്യറിക്കുള്ളത്. നമ്മളിപ്പോൾ ജുഡീഷ്യറിയുടെ മേലാണല്ലോ കൂടുതൽ കൈവച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു മേഖല, ഒരു 3 ഓർഗാൻസ് ഓഫ് ദ ഗവൺമെൻറ്റ്സ്, അത് ജുഡീഷ്യറി തന്നെയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച 2 വിധികളിലും, മുത്തലാഖിലും ഒരു മൈനോറിറ്റി വിധി വന്നു, ശബരിമല വിഷയത്തിലും മൈനോറിറ്റി വിധി വന്നു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അമാനത്ത് എന്ന് പറയുന്ന സാധനം അത് വലിയൊരു സംഭവമാണ്. അത് ആഖിർ സമാനാകുമ്പോൾ കാണാൻ കിട്ടാക്കനിയായി മാറും. ഈ കിട്ടാക്കനിയെ അന്വേഷിച്ചുകൊണ്ട് നടന്നാൽ അവസാന വിശ്വാസം എന്തെന്ന് പോലും അറിയാതെ ആളുകളിലേക്കായിരിക്കും ചിലപ്പോൾ നാം എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ലെജിസ്ലേച്ചറിലെ വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു, എക്സിക്യൂട്ടീവിലെ വിശ്വാസവും നഷ്ടപ്പെട്ടു. അപ്പോഴും വിശ്വാസത്തിൻ്റെ അല്പമെങ്കിലും ഒരു തരി നമുക്ക് ഈ മൈനോറിറ്റി ജഡ്ജ്മെൻറ്റിൽ കാണാൻ പറ്റുന്നു. മീൻസ് ജുഡീഷ്യറി ആകമാനം എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനാപരമായ അടിസ്ഥാന ഘട്ടനൊന്നും പുറകോട്ട് പോയിട്ടില്ല. ജുഡീഷ്യറിയുടെ ഡ്യൂട്ടി എന്താണ്? അതും നാം മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ അതേ പറയുന്നു, ഇപ്പം തലക്കെട്ടിട്ടുള്ളെങ്കിലും ഇപ്പം ആശയം ലോയിലായിരിക്കും കേട്ടോ, നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാം. തലക്കെട്ട് കെട്ടിനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിലും ഇപ്പം എൻ്റെ മൈൻഡ് ഏതായിരിക്കും, ആസ് എ ലോയർ എന്ന രൂപത്തിലായിരിക്കും വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ വരുന്ന ആശയങ്ങൾ എന്തായിരിക്കണം? അപ്പോൾ ജുഡീഷ്യറി ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്.
കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സംരക്ഷകനാണ് ജുഡീഷ്യറി. അപ്പോൾ ഒരു മനുഷ്യന് നീതി നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ്, ജസ്റ്റിസ് നടപ്പിലാക്കി കൊടുക്കലാണ് ജുഡീഷ്യറിയുടെ ഡ്യൂട്ടി. എപ്പോൾ ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ ആ നീതി നിർവഹണത്തിൽ നിന്ന് മാറുകയോ, രണ്ട് കാര്യങ്ങൾ, ഒന്ന് തനിക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടിയിൽ ഓവറായിട്ട് ചെയ്യുമ്പോൾ. ഒന്നുകിൽ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ ചെയ്യാതിരിക്കുമ്പോൾ ജുഡീഷ്യറി ഇടപെടും, നിയമനിർമ്മാണം നടത്തണമെന്ന് പറയും. അല്ലെങ്കിൽ അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി ഓവറായിട്ട് ചെയ്യുമ്പോൾ അവിടെയും ജുഡീഷ്യറി ഇടപെടും. ഇത് രണ്ടുമാണ് ജുഡീഷ്യറിയുടെ ഡ്യൂട്ടി. ഇതിൽ ഗ്യാപ്പ് വരുമ്പോഴാണ് ചിലപ്പോൾ ലോ മേക്കിംഗ് ജുഡീഷ്യറി നടത്തുന്നത്. അപ്പോൾ ഈ ഡ്യൂട്ടി ജുഡീഷ്യറി ചെയ്യുമ്പോൾ അതിനൊറ്റ മാനദണ്ഡമേ ഉള്ളൂ, വാട്ട് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സൈസ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നു എന്നാണ് ജുഡീഷ്യറി നോക്കുന്നത്. ഈ അർത്ഥത്തിൽ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിൽ കിടക്കുന്ന കേസുകളിൽ അത് യുക്തിക്ക് നിരക്കുന്നതാണോ, റീസൺ യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ കോടതി ആ യുക്തിസഹമായി, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ യുക്തിയാണ്, അല്ലാതെ ആരുടെ യുക്തിയല്ല. അതാണ് ആ രണ്ട് കാര്യങ്ങളിൽ കത്തുവിനത് ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, അതായത് ആര് പറഞ്ഞു, എന്തു പറഞ്ഞു എന്ന് നോക്കുന്നില്ല, അതേ സമയത്ത് പറഞ്ഞ വാക്കെന്ത് എന്നതിലേക്ക് മാത്രം നോക്കിക്കൊണ്ടാണ് ജുഡീഷ്യറിയുടേത്. അല്ലാതെ ഇത് നെഹ്റു കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ സീനിയറായിരിക്കുന്ന എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതാണ്, ഇത് ആര് പറഞ്ഞു എന്നതിലേക്ക് നോക്കുന്നില്ല. പിന്നെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ യുക്തി, അത് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ശബരിമല കേസിൽ മുമ്പൊരു വിധിയുണ്ടായിരുന്നു, അത് ആ കസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു. പിന്നീട് വന്ന ജഡ്ജ് അത് തിരുത്തി. അപ്പോൾ എൻ്റെ സീനിയറാണ്, എൻ്റെ ഫാദറാണ് പറഞ്ഞതെന്ന് കരുതിക്കൊണ്ട് ജുഡീഷ്യറിക്ക് അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ തനിക്ക് യോജിച്ച യുക്തി അനുസരിച്ച് കൊണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊട്ടക്ഷനാണ് ജുഡീഷ്യറി. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ഞാൻ അങ്ങോട്ട് ഡീറ്റെയിൽഡ് പോകുന്നില്ല. നമുക്ക് ചെയ്യാനുള്ളത് എന്താ? വാട്ട് ഈസ് ജസ്റ്റിസ്, വാട്ട് ഈസ് മൊറാലിറ്റി, ഈ രണ്ട് വിഷയങ്ങളിൽ അത്തരം മേഖലകളിൽ, കാരണം ലെജിസ്ലേച്ചർ അപ്പോയിൻ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇലക്ഷൻ നടക്കാനുള്ള ചൂടിലാണ് ഇപ്പോൾ എല്ലാം, ആരാണ് നമ്മുടെ നിയമനിർമ്മാണ സഭയിലേക്ക് വരേണ്ടത്, അവരുടെ ജസ്റ്റിസ് അനുസരിച്ച് കൊണ്ടാണ്, റീസൺ അനുസരിച്ച് കൊണ്ടാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്ത് ലോ മേക്കിംഗ്. ലോ മേക്കിംഗ് നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ വന്ന് തേർഡ് സ്റ്റേജിലാണ് ജുഡീഷ്യറി വരുന്നത്. അപ്പോൾ നിയമനിർമ്മാണം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് ലെജിസ്ലേച്ചർ തീരുമാനിക്കുമ്പോൾ ആ ലെജിസ്ലേച്ചറെ സെലക്ട് ചെയ്യുന്നത് ആരാ? നമ്മളല്ലേ, വി ദ പീപ്പിൾ. നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർ നിയമനിർമ്മാണം ഉണ്ടാക്കിയാൽ അവരെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മളെ കുറ്റപ്പെടുത്തണം. എക്സിക്യൂട്ടീവ് ആരാ? എക്സിക്യൂട്ടീവ് ഇന്ത്യയുടെ പ്രസിഡന്റ് മുതൽ താഴെ കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വരെയുള്ളവർ എക്സിക്യൂട്ടീവ് പെട്ടവരാണ്. ഈ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത്. അവിടത്തേക്ക് എത്തിപ്പെടാൻ നമുക്ക് വലിയ പണിയുണ്ടോ? യോഗ്യരായവരെ അത്തരം ഫീൽഡിലേക്ക് ഇറക്കി വിടാതെ നമ്മളിതിനൊക്കെ ആക്ഷേപിക്കും. അതുകൊണ്ടല്ല കാര്യം. ഈ രണ്ട് മേഖലയിലേക്കും എത്തിപ്പെടേണ്ടവർ, ഇവർക്ക് ജസ്റ്റിസ് എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടവർ അവരാണ് നമ്മൾ. അല്ലാതെ ഈവൻ മുത്തലാഖിൻ്റെ വിഷയത്തിൽ പോലും ഈ മുത്തലാഖ് ഓർഡിനൻസ് ഉണ്ടാക്കണമെന്ന് മൈനോറിറ്റി ജഡ്ജിമെൻ്റ് കൃത്യമായി പറഞ്ഞപ്പോൾ അന്നത്തെ നിയമമന്ത്രി പൊതു പ്രസ്താവന ഇറക്കിയിരുന്നു. ഇത്തരം ഏരിയകളിൽ കഴിവുള്ള യോഗ്യരായ പണ്ഡിതന്മാർ അവരുടെ കൃത്യമായ അഭിപ്രായം പറയണം. അന്ധമായി നിഷേധിക്കുന്നതിന് എതിർക്കുന്നതിന് പകരം കൃത്യമായ വിശദീകരണം അവർ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമമന്ത്രി ഓർഡർ ഇറക്കിയിരുന്നു, വാർത്ത കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ബില്ല് പാസ്സായിട്ടില്ലെങ്കിലും ഓർഡിനൻസ് വന്നു കഴിഞ്ഞു. അപ്പം നാം ചെയ്യേണ്ട ഡ്യൂട്ടി നിർവഹിക്കേണ്ട ഏതേ ഉള്ളൂ? വാട്ട് ഈസ് ജസ്റ്റിസ്, വാട്ട് ഈസ് മൊറാലിറ്റി. ഇത് കൃത്യമായി അത്തരം മേഖലകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെയും അതുപോലെ ജുഡീഷ്യറിയെയും, ഇപ്പം 377 ഒക്കെ നമ്മൾ കണ്ടല്ലോ, ആ ജഡ്ജിൻ്റെ മൊറാലിറ്റിയാണ് ആ കണ്ടത്. അദ്ദേഹത്തിന് തെറ്റല്ല. കാരണം എന്തുകൊണ്ട്? അദ്ദേഹം വളർന്നു വന്നിരിക്കുന്ന മേഖലയിൽ അത് തെറ്റായി തോന്നുന്നില്ല. ഇപ്പോൾ വാട്ട് ഈസ് ജസ്റ്റിസ് ആൻഡ് മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വിധി വരും. അതുകൊണ്ടാണ് 377 പലവട്ടം കേസ് വന്നു. അപ്പോഴൊന്നും എന്ത് ചെയ്തിട്ടില്ല. ആ മക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന 377 ഒഫൻസാണെന്ന് പറഞ്ഞിരിക്കുന്നതിനെ തിരുത്താൻ ജഡ്ജസ് തയ്യാറായിരുന്നില്ല.
മാറി വരുന്ന സമൂഹം എപ്പോഴും നേരത്തെ എന്ത് പറഞ്ഞു? ഗ്രഡ്നോം പറഞ്ഞു. ഗ്രഡ്നോം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗ്രഡ്നോമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നേരത്തെ ഷൗക്കത്ത് അലി വക്കീൽ പറഞ്ഞു. ആ ഗ്രഡ്നോമും മാറും. ഗ്രഡ്നോം എപ്പോഴും ഗ്രഡ്നോമായിട്ട് നിലനിൽക്കുന്നതല്ല. അത് ആ പൊതുസമൂഹത്തിൻ്റെ ബേസിക്കായ ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നിടത്തോളം കാലമേ അതിനുള്ളൂ വാലിഡിറ്റി. പിന്നെ പുതിയ ഗ്രഡ്നോം വരും. മീൻസ് പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പഴയത് പോയി. പാകിസ്ഥാനിൽ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നല്ലോ, വന്നു. അപ്പോൾ പഴയ കോൺസ്റ്റിറ്റ്യൂഷനല്ല പാകിസ്ഥാൻ്റെ ഗ്രഡ്നോം. അപ്പം അതുകൊണ്ട് ഗ്രഡ്നോം എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് ഇൻട്രസ്റ്റ് നിലനിൽക്കുന്ന കാലത്തേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഈ രൂപത്തിൽ ഭരണഘടന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്ത അഹദാണ്. ആ അഹദ് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു പ്രൊവിഷൻസിലും നമുക്ക് ഒരു മുസ്ലിമായി ജീവിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എവിടെയാണുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസ കാര്യങ്ങളിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് അവനവൻ്റെ ആശയങ്ങൾ കൊണ്ടു നടക്കാം. അതേ സമയത്ത് എന്താ ഇസ്ലാമും പറയുന്നത്? അഹദ് നടത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അഹദിൽ ഇടപെട്ട രണ്ട് പാർട്ടികളും, അത് വിശ്വാസിയായാലും അല്ലാത്തവനായാലും പരസ്പരം വിരുദ്ധമായ വിശ്വാസമുള്ളവരാണെങ്കിലും, ദിമ്മിയായ കാഫിർ ഫോർ എക്സാമ്പിൾ, അവരുമായുള്ള എഗ്രിമെൻ്റ് നടത്തിക്കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത്, അവരുടെ പബ്ലിക് ഇൻട്രസ്റ്റ്, അവരുടെ ഹെൽത്ത്, ആരോഗ്യം, പാർപ്പിടം, ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട ബാധ്യത ഈ അഹദിൽപ്പെട്ട മുസ്ലിമിനില്ലേ? ഉണ്ടല്ലോ. അങ്ങനെയല്ലോ സാർ. അഹദ് നടത്തിക്കഴിഞ്ഞാൽ ആ അഹദിൽപ്പെട്ട പാർട്ടി അവൻ അമുസ്ലിമാണെങ്കിൽ പോലും അവൻ്റെ ആരോഗ്യവും ഭക്ഷണവും പാർപ്പിടവും അവനക്ക് ആവശ്യം, അവരുടെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത എഗ്രിമെൻ്റ് ചെയ്ത മുസ്ലിമിനുണ്ട്. അത് തന്നെയല്ലേ ആർട്ടിക്കിൾ 25 പറഞ്ഞിട്ടുള്ളത്? സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഹെൽത്ത്, പബ്ലിക് ഇൻട്രസ്റ്റ് എക്സെട്ര. എന്ത് ചെയ്യാം? ഓരോ വ്യക്തിക്കും അവനവൻ്റെതായ വിശ്വാസങ്ങളും അതിനെ പ്രചരിപ്പിക്കാനും അത് പ്രവർത്തിക്കാനുള്ള അവകാശങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അഹദിൽ പറഞ്ഞിരിക്കുന്നതിന് അപ്പുറത്ത്, ഇസ്ലാമിക നിയമത്തിന് അപ്പുറത്തൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഇനി ഉണ്ടാവുകയില്ലേ? ഇപ്പം നമുക്ക് ഹുസ്നു തന്നെ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴേ നമ്മൾ അങ്ങോട്ട് ചാടി പുറപ്പെട്ടിട്ട് ഹുക്കുമ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല. വരാൻ പോകുന്നത് വല്ല ചതിക്കുഴിയുണ്ടെങ്കിൽ നാം അത് കണ്ടെത്തുക എന്നല്ലാതെ. അതുകൊണ്ട് ഇസ്ലാമിൽ ദേശീയതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ഇപ്പോൾ ഒരു ചോദ്യം. ദേശീയതയുണ്ട്, അതിൽ അപകടങ്ങളൊന്നും ഇല്ല. എപ്പോൾ? ഈ പറയപ്പെട്ട ദേശീയതയാണെങ്കിൽ. അല്ലാതെ മുസ്ലിമിൻ്റെ രക്ഷ ഇസ്ലാമിക രാജ്യത്തിലൂടെ അല്ലെങ്കിൽ ഭരണത്തിലൂടെ എന്ന് പറയുന്ന ഇസ്ലാമിക ദേശീയതയല്ല. മുസ്ലിമിന് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ, അതും ഒരു ഇസ്ലാമിൻ്റെ ദേശീയതയല്ല. മതം പറയുന്ന ദേശീയത ഇതാണ്, അഹദ് അനുസരിച്ചുകൊണ്ട്. അതുകൊണ്ടാണല്ലോ ഹുദൈബിയ സന്ധി ആരുമായിട്ടുള്ളതാ? ദാറുൽ ഹർബുമായിട്ടുള്ളതാണ് റസൂലുള്ളാഹിന്റെ സന്ധി. ആ സന്ധിയിൽ ഇസ്ലാമിന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറ്റാതെ പലതും റസൂലുള്ളാഹി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദാറുൽ ഹർബുമായിട്ട് നമുക്ക് എഗ്രിമെൻ്റ് ഉണ്ടായാൽ അത് പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ദാറുൽ അഹദും തമ്മിൽ, അല്ലെങ്കിൽ മറ്റ് രണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളായാൽ ഇവിടെയൊക്കെ ഇസ്ലാമിൻ്റെതായൊരു ദേശീയതയും ഇന്ന് അതോടൊപ്പം സങ്കുചിതമല്ല. ഫോർ എക്സാമ്പിൾ, പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക് യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യ തനിക്ക് അർഹതപ്പെടാത്ത ഒരു കാര്യത്തിൽ പാകിസ്ഥാനോട് പോയിട്ട് യുദ്ധത്തിന് പോയാൽ അവിടെ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല? തൻ്റെ രാജ്യമാണ്, ഹുബ്ബുൽ വത്തനിൽ ഈമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ പറയുന്നില്ല. ഹക്ക് എവിടെയാണോ നോക്കി പ്രവർത്തിക്കാൻ പറയുന്നു. ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സങ്കുചിതമോ അല്ലെങ്കിൽ എന്താണ് വളരെ നാരോ മൈൻഡിലുള്ള ദേശീയതയല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന അതേ രൂപത്തിൽ. അതുകൊണ്ടാണല്ലോ മറ്റ് മതങ്ങളെ അംഗീകരിക്കുന്നു, മറ്റ് ആചാരങ്ങളെ അംഗീകാരോടൊപ്പം അതിനെ അംഗീകരിച്ചുകൊണ്ടും എന്നാൽ ഇസ്ലാമിൻ്റെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ടുമുള്ള ഒരു ദേശീയത ഇസ്ലാമിനുണ്ട്. ആ ദേശീയത നമുക്ക് അപകടങ്ങളൊന്നും സൃഷ്ടിക്കില്ല. അല്ലാതെ അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒമാനൂർ ശുഹദാക്കൾ ഇവിടെ മലപ്പുറത്തുള്ളതാണല്ലോ, അവരെ നമ്മൾ ശുഹദാക്കളായി കാണുന്നു. എന്നാൽ ഇന്നൊരു വ്യക്തി ഒരു തീവ്രവാദം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു മറ്റൊരു മതസ്ഥനോട് ഏറ്റുമുട്ടി മരിച്ചാൽ അവനെ തീവ്രവാദി എന്ന് ഞാൻ വിളിക്കുമോ? അവനെ ശുഹദാ എന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവനെ നമ്മൾ തീവ്രവാദി എന്നാണ് വിളിക്കുന്നത്. ഒമാനർ ശുഹദാക്കളോ താത്തൂർ ശുഹദാക്കളോ ഇന്ന് ജാതി മതഭേദമെന്ന് എല്ലാവരും അംഗീകരിക്കുന്നവരാ. അവരെങ്ങനെയാണ് ഷഹീദായിരിക്കുന്നത്?
അതാണ് ദാറുൽ അഹദിൻ്റെയും അതിന് മുമ്പുമുള്ള ശേഷവും മുമ്പുമുള്ള രണ്ട് ചരിത്രം. ഇസ്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ഈ ഒരു പ്രോണം നമുക്ക് പാടില്ല. അങ്ങനെ ആരെങ്കിലും ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അവൻ ശുഹദായിൻ്റെ മർത്തബയിലേക്ക് വരുന്നില്ല. അവൻ നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കും, ഭീകരവാദി എന്ന് വിളിക്കും. അതേസമയത്ത് അങ്ങനെ ഒരു അഹദില്ലാതിന് മുമ്പായിരുന്നു സംഭവിച്ചിരുന്നത്. ദീനിന് വേണ്ടി പോരാടി. ഇന്ന് ദീനിന് വേണ്ടി പോരാടാൻ നമ്മോട് പറയുന്നില്ല. ഈ രൂപത്തിലുള്ള ഒരു ദേശീയത നാം ഉൾക്കൊള്ളുക. അതോടൊപ്പം ആ ഒരു ദേശീയതയുടെ എഗ്രിമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെയുള്ള എല്ലാ ഭാഗങ്ങളും, ഫണ്ടമെൻ്റൽ റൈറ്റ് മുതൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മോടുള്ളതാണ്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ സംശയം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ വിഷയം ഭരണഘടന, ദേശീയത, ശരീഅത്ത് എന്നുള്ളതാണ്. നേരത്തെ സഫറുല്ല സാറ് സൂചിപ്പിച്ചതുപോലെ വളരെ സുദീർഘമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭരണഘടനയും മതവും ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സമകാലിക സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഭരണഘടനയും മതവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് ഷൗക്കത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ ലിഖിതമായ ഭരണഘടനയിൽ തന്നെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ എഴുതപ്പെട്ട ഭരണഘടനകളുണ്ട്. ഇനി ഭരണഘടന ഇല്ലാത്ത രാജ്യങ്ങളുമുണ്ട്. ഇപ്പോഴും UK-യിൽ ഒരു ഭരണഘടന നിലവിലില്ല. കോമൺ ലോ ആണ് ഇപ്പോഴും UK-യിൽ പിന്തുടർന്നു വരുന്നത്. അതേസമയത്ത് ഇന്ത്യൻ സെനാറിയോയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിതമായിട്ടുള്ള ഒരു ഭരണഘടന നിലവിലുണ്ട്. അതിന് പുറമെ ഒരുപാട് ജുഡീഷ്യൽ പ്രീസിഡൻസും നിലവിലുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ദൈർഘ്യം കൂടിയ ഭരണഘടന എഴുതാൻ തന്നെയുള്ള കാരണം രാജ്യത്ത് ഹാർമണി, അല്ലെങ്കിൽ രാജ്യത്ത് മതവും ഭരണഘടനയും ദേശീയതയും സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ വിഷയം ദേശീയത. നമ്മൾ നേരത്തെ ആമുഖ ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കിയാലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഗുണങ്ങളും. ഞാൻ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുക എന്ന് വിചാരിക്കുക, വാദത്തിന് വേണ്ടി പറയാണ്. നേരത്തെ ലോ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ജസ്റ്റിസ് BS ചൗഹാൻ അധ്യക്ഷനായിട്ടുള്ള ലോ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ച് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് നിയമം നടപ്പാക്കുന്നതെങ്കിൽ അത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നടപ്പാക്കുന്നതിൽ ഒരുപാട് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. അതിലൊന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി പറയാം. നമുക്കറിയാം, നമ്മുടെ മതത്തിൽ, ഇസ്ലാം മതത്തിൽ വിവാഹം കഴിക്കുന്നതിന് ഇപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകളെ കല്യാണം കഴിക്കാം. എൻ്റെ ഉപ്പയുടെ അനിയൻ്റെയോ അനിയത്തിയുടെയോ ജ്യേഷ്ഠൻ്റെയോ ജ്യേഷ്ഠത്തിയുടെയോ മകളെയോ നമുക്ക് കല്യാണം കഴിക്കാം. അതേ സമയത്ത് ഹിന്ദു മതാചാര പ്രകാരം ഹിന്ദുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അമ്മയുടെ അനിയത്തിയുടെ മകളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മകനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആങ്ങളയുടെ ബ്രദറിൻ്റെ മകളെയോ മകനെയോ കല്യാണം കഴിക്കാം. അതേസമയം ക്രൈസ്തവ മതത്തിലാണെങ്കിൽ ക്രൈസ്തവ മതത്തിൽ ഒരു റിലേഷൻഷിപ്പിനും എന്ത് ചെയ്യാൻ പറ്റില്ല? കല്യാണമേ കഴിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഈ മൂന്ന് മതങ്ങളുടെ സിറ്റുവേഷൻ. നമ്മൾ സപ്പിൻഡ റിലേഷൻഷിപ്പ് എന്ന് പറയും, പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പാണ്. ഇസ്ലാം മതത്തിൽ എന്തില്ല? പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് ഇല്ല. ഇത് നമ്മൾ ഏക സിവിൽ കോഡ് നിയമത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒന്നെങ്കിൽ ഏക സിവിൽ കോഡ് പറയണം, എല്ലാവരെയും കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ആരെയും ഈ റിലേഷൻഷിപ്പിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് റിലീജിയസ് വ്യൂസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് കോൺഫ്ലിക്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട്, ഭരണഘടനയുമായിട്ട് എന്തുണ്ട്? ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. എന്താണത്? അപ്പോഴാണ് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷൻ സംഭവിക്കാൻ പോകുന്നുണ്ട്. എങ്ങനെ? ഹിന്ദു മതാചാര പ്രകാരമാണ് യൂണിഫോം സിവിൽ കോഡ് വരുന്നതെങ്കിൽ, ഭൂരിപക്ഷം നോക്കി ഹിന്ദു മതാചാര പ്രകാരമാണ് യൂണിഫോം സിവിൽ കോഡ് വരുന്നതെങ്കിൽ
അത് പ്രകാരം പറയുന്നത് എന്താണ്? അമ്മയുടെ അനിയത്തിയുടെ മകളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അതേസമയം ബ്രദറിൻ്റെ മക്കളാണെങ്കിൽ കല്യാണം കഴിക്കാം എന്നാണ്. അവിടെ രണ്ട് മതങ്ങളെ അത് ബാധിക്കുന്നുണ്ട്, ഡയറക്റ്റായിട്ട് ബാധിക്കുന്നുണ്ട്. ഒന്ന് ക്രിസ്ത്യൻ മതത്തെയും മറ്റൊന്ന് മുസ്ലിം മതത്തെയാണ്. മുസ്ലിം മതാചാര പ്രകാരം എന്ത് പറ്റില്ല? ക്രിസ്ത്യൻ മതാചാര പ്രകാരം റിലേഷൻഷിപ്പിൽ കല്യാണം കഴിക്കാനേ പറ്റില്ല. അവിടെ ആർട്ടിക്കിൾ 25 വയലേഷൻ ഉണ്ട്. മുസ്ലിം മതത്തിൽ ആർട്ടിക്കിൾ 26 വയലേഷൻ ഉണ്ട്. ഇനി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നത്, ഇതെല്ലാം അമെൻഡ് ചെയ്തിട്ടാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. മിനർവ മിൽസ് കേസ് 1980 സുപ്രീം കോടതി പുറപ്പെടുവിച്ചൊരു കേസാണ് മിനർവ മിൽസ് കേസ്. അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഭരണഘടന അമെൻമെൻറ്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് ആ കേസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബേസിക് ഡോക്ട്രൈനെ ബാധിക്കുന്ന, ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അമെൻമെൻറ്റും ഭരണഘടനയിൽ വരുത്താൻ പറ്റില്ല. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇത് ബേസിക് സ്ട്രക്ചറിൽ വരുമോ ഇല്ലേ എന്നുള്ളത്. ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനെയുള്ള യൂണിഫോം സിവിൽ കോഡും നടപ്പാക്കുന്നത് കൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ട്. മറ്റൊന്ന്, സ്വകാര്യ വ്യക്തി നിയമങ്ങൾ പാർട്ട് ബിയും പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. പാർട്ട് 4 പറയുന്നുണ്ട്, ഡയറക്റ്റീവ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്നുള്ളത്. അതിൽ അംബേദ്കറിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൽ അംബേദ്കർ തന്നെ അവസാനം പറഞ്ഞു വെക്കുന്നത് വോളണ്ടറി ആയിട്ട് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇത് നടപ്പാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് വോളണ്ടറി ആയിട്ട് നടപ്പാക്കാൻ ശ്രമിക്കണം എന്ന ഗവൺമെൻറ്റിനോട് പറയുന്ന ഒരു രീതിയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെയുള്ളത്. ഞാൻ സഫറുല്ല സാറിൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. അദ്ദേഹം പറഞ്ഞത് എവിടെയാണോ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഉള്ളത്, എവിടെയാണോ രാജ്യത്തെ ജനങ്ങളുടെ ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന വിഭാഗമാവട്ടെ, എവിടെയാണോ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഉള്ളത്, ഒരു വ്യക്തിയുടെ അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് ഭരണഘടനയായാലും മതമായാലും അവിടെ ഇടപെടേണ്ടത് ഭരണഘടനയും മതവുമാണ്. മതം ഇടപെടേണ്ടടുത്ത് മതം ഇടപെടണം, ഭരണഘടന ഇടപെടേണ്ടടുത്ത് ഭരണഘടന ഇടപെടണം. ഇത് രണ്ടും സമരസപ്പെട്ട് പോയാൽ മാത്രമേ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് സുഗമമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് റൈറ്റ് ടു ചോയ്സ് ആണ്. നമുക്ക് ഏത് മതവും ഫോളോ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഏത് മതവിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് വിവാഹം കഴിക്കാനും വിവാഹമോചനത്തിൽ ഏർപ്പെടാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സഫറുല്ല സാർ സൂചിപ്പിച്ചതുപോലെ, സിവിൽ കോഡ് ട്രിപ്പിൾ തലാഖിൽ സിവിൽ നിയമത്തിൽ വരുന്ന കാര്യം ട്രിപ്പിൾ തലാഖ് മുത്തലാഖ് ബില്ല് വന്നതോടുകൂടി ക്രിമിനൽ ഇതിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഇത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഭരണഘടനയുടെയോ അവകാശ ലംഘനമല്ലേ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഹൈപ്പർ ജുഡീഷ്യൽ ആക്ടിവിസമാണ് പല പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഹൈപ്പർ ജുഡീഷ്യൽ ആക്ടിവിസം പല സങ്കീർണമായ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലെ 1-ാം നമ്പർ കോടതിയിൽ ഒരു സംഭവം നടന്നു. സുപ്രീം കോടതിയിലെ 1-ാം നമ്പർ കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ്. ആ കേസ് എന്താണെന്ന് വെച്ചാൽ, ആ കേസ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ആരാണ് ആ വാദം കേൾക്കുന്നത്? ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച്. ആരാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസിന് വേണ്ടി വാദിക്കുന്നത്? അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ. എന്ത് വിധിയായിരിക്കും അവിടുന്ന് ഉണ്ടാകാൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിയിൽ ഇരുന്നില്ലേ എന്ന് കേൾക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണോ? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്.
ഏറ്റവും ചുരുങ്ങിയത് മറ്റൊരു ബെഞ്ച് എങ്കിലും അത് കേൾക്കാനുള്ള ഏറ്റവും ചുരുങ്ങി നമുക്ക് അതെങ്കിലും പ്രതീക്ഷിക്കാം. ഞാൻ കൂടുതലായിട്ട് സമയം അതിക്രമിച്ചത് കൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല കേസിൽ ആചാരവും മതവിശ്വാസവും രണ്ടും രണ്ടാണോ, അല്ലെങ്കിൽ മതവിശ്വാസത്തിൽ പെടുന്നതാണോ ആചാരം എന്നുള്ളതാണ്. പലപ്പോഴും സുപ്രീം കോടതിയിലടക്കം ഈ വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ, പേഴ്സണൽ ലോൻ്റെ വിഷയങ്ങൾ വന്നപ്പോൾ വാദങ്ങൾ ഉന്നയിച്ച സമയത്ത് ആർട്ടിക്കിൾ 13 പ്രകാരം ലോ ഇൻ ഫോഴ്സ് ആണ് സുപ്രീം കോടതി ചർച്ച ചെയ്തത്. നമ്മുടെ മുസ്ലിം വ്യക്തി നിയമം ലോ ഇൻ ഫോഴ്സ് ആണോ അല്ലയോ? ലോ ഇൻ ഫോഴ്സ് ആണ് എന്നാണ് അവസാനം സുപ്രീം കോടതി കണ്ടെത്തിയിട്ടാണ് അത് റദ്ദ് ചെയ്യാനുള്ള ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം ലോ ഇൻ ഫോഴ്സ് ആയിട്ടുള്ള എല്ലാ നിയമങ്ങൾക്കും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി എന്ത് ചെയ്തത്? അത് റദ്ദ് ചെയ്തത്. നമ്മുടെ വിശ്വാസപ്രകാരം, ഇസ്ലാം മത വിശ്വാസപ്രകാരം മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തി അധിഷ്ഠിതമാണ്, ഒരാളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് ലോ ഇൻ ഫോഴ്സ് അല്ല, അത് ജനറൽ കൺസെപ്റ്റായിട്ട് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇതൊക്കെയാണ് എൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ. അസ്സലാമു അലൈക്കും. എല്ലാവരും ഒരു റൗണ്ട് ചർച്ച അവതരിപ്പിച്ചു. ഇനി സദസ്സിന് ഇടപെടാം. വളരെ കൃത്യവും സൂക്ഷ്മവും ആയ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ചോദ്യങ്ങൾ വ്യക്തമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സർ, അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം എത്ര ശരിയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പറഞ്ഞു ദ ഡ്യൂട്ടി ഓഫ് ദ ജുഡീഷ്യറി ഈസ് ടു പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ജുഡീഷ്യറി നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരായിട്ട് വിധിക്കുമ്പോൾ ഒരു ഇന്ത്യൻ പൗരന് സുപ്രീം കോർട്ടിന് അല്ലെങ്കിൽ ഹൈക്കോർട്ടിന് എതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു ദ ഡ്യൂട്ടി ഓഫ് ദ ജുഡീഷ്യറി ഈസ് ടു പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഒരു ജുഡീഷ്യറി ഭരണഘടനയ്ക്ക് എതിരായിട്ട് വിധിക്കുന്നത് നമ്മൾ കണ്ടാൽ ഒരു സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ ഒരു ഹൈക്കോർട്ടിന് എതിരായിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? ഒരു ഹൈക്കോടതിയുടെ വിധി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായാൽ അതിൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോവാം. ഇനി അതല്ല, വേറൊരു സന്ദർഭത്തിൽ സുപ്രീം കോടതിക്ക് തോന്നുകയാണ് ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് ലോ ഓഫ് ലാൻഡാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ബാഡ് ലോ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെടുത്ത് ഓവർ റൂൾ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? മറ്റൊരു കേസിലും സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതിക്ക് എപ്പോഴും ചോദ്യം ചെയ്യാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അത് അതേ നിയമത്തെയും അതേ ജഡ്ജ്മെൻറ്റിനെയും ചോദ്യം ചെയ്യുക, അതല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ഇത് കണ്ടെത്തുമ്പോഴും അതിനെ ചോദ്യം ചെയ്യുക. രണ്ടും സഹിക്കും. സാറേ, ഇപ്പോൾ ഒരാളെ കൊന്നു, അയാൾക്ക് ജയിൽ വിധിച്ചു കോടതി. സത്യത്തിൽ ആ ജയിൽ വിധിച്ചപ്പോൾ ജസ്റ്റിസ് കിട്ടുന്നുണ്ടോ? സത്യത്തിൽ ജുഡീഷ്യറിൻ്റെ ഡ്യൂട്ടി പ്രൊട്ടക്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് ഫ്രീഡം ടു ലീവ്. അയാളെ കൊന്നു കഴിഞ്ഞു എന്നിട്ടാണ് ശിക്ഷ കൊടുക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. അയാളെ കൊല്ലാതെ ഇരിക്കാനുള്ള എന്തെങ്കിലും വഴി നോക്കാൻ പറ്റൂലേ? അതായത് ഒരു സർക്കാർ എന്ന് പറഞ്ഞ സാധനത്തിന് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്നാണെന്ത്? ആ ജീവിക്കുന്ന ആളുകളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കുക എന്നുള്ളത്. അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സംരക്ഷിക്കുന്ന ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന സർക്കാരാണ് ഏറ്റവും നല്ല സർക്കാർ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരും പിന്നാലും നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നലെ ഒരു പ്രേമിക്കുന്ന പെണ്ണിനെയാണ് തീപ്പിട്ട് കൊന്നത്, അല്ലേ? ഇവിടെ ഒരു പോലീസുകാർ പോയി നേരത്തെ നിൽക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നടക്കും. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്, അള്ളാഹ് സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് നടക്കും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലൊന്നും തന്നെ നിയമം നടപ്പാക്കുന്നില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് കൃത്യമായ അബ്സല്യൂട്ടായിട്ടുള്ള ഒരു നീതി ഈ ലോകത്ത് നടക്കും തോന്നണ്ട.
ഇപ്പോൾ ഒരാൾ 7 ആളെ കൊന്നു, ഓനെന്താ ചെയ്യാൻ പറ്റും കോടതിക്ക്? അവനെ തൂക്കിക്കൊല്ല അല്ലേ? ഒരാളെ കൊന്നു, അപ്പോഴും എന്താ ചെയ്യാൻ പറ്റുക? അവനെ തൂക്കിക്കൊല്ല. 7 ആളെ കൊന്നവന് ഇതിനേക്കാണ് വലിയ ശിക്ഷ എന്താ കൊടുക്കാൻ കഴിയുക? അത് അള്ളാഹു കൊടുത്തോളും. അതെ, അത്രേ പറ്റുള്ളൂ. രാജ്യം എങ്ങനെ ഒരു നീതിപൂർവവും നിയമപൂർവവും രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകാതെയും പോകാനുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ബാക്കിയുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് ആദ്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. രണ്ടാമത് കോടതികളിൽ നടക്കുന്നതും ഇപ്പം നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ കോടതിയിൽ ഇപ്പോൾ ഒരാൾ നിരപരാധി രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും, അല്ല ഒരു അപരാധി രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ചിലതിലൊരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ നടക്കും നാട്ടിൽ. ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റി അനുസരിച്ചുണ്ടാവും. കോടതിയിൽ വന്ന് സാക്ഷി പറയുന്ന സാക്ഷികളുടെ ക്വാളിറ്റിയാണ് വിധിയുടെ ക്വാളിറ്റി. സാക്ഷികൾ എന്തും സത്യം പറയും, പഠിച്ചോൻ സാക്ഷി എന്ന് പറയുമ്പോൾ സത്യവും പറയും, പഠിച്ചോൻ സാക്ഷി എന്നതിലോടത്താണ് ഇപ്പം ആൾക്കാർ നിൽക്കുന്നത്. വേണമെങ്കിൽ സത്യവും പറയും, കൂട്ടത്തിൽ എന്താ വേണ്ട ചവും പറയുന്നുള്ളതാണ്. ഈ ഒരവസ്ഥ മാറിയിട്ട് നമ്മുടെ സാക്ഷി പറയുന്നവൻ്റെയും രാജ്യത്ത് ജീവിക്കുന്നവൻ്റെയും ഗുണപരമായ മാറ്റങ്ങൾ ക്വാളിറ്റി കൂടുമ്പോൾ അതിനനുസരിച്ച് രാജ്യത്തെ നീതി നിർവ്വഹണവും നന്നാവും. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പല സ്റ്റേറ്റുകളിലൊക്കെ പോയാൽ ചിലപ്പം കേരളത്തിലെ മാതിരിയേ ആവില്ല. അത് ചിലത് കാണും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെയും അല്ലെങ്കിൽ ധാർമ്മിക നിലവാരത്തിൻ്റെയൊക്കെ അവസ്ഥ അതിൻ്റെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിനെയും കൃത്യമായി ബാധിക്കുന്നുണ്ട്. അതാണ് കാരണം. സാറേ, പിന്നെ നിങ്ങൾ പറഞ്ഞു പാകിസ്ഥാനിൽ പുതിയ ഭരണഘടനയായി. ഇന്ത്യയിൽ ഈ വിധി ഇങ്ങനെ വരുന്നത്, പുതിയ പുതിയ വിധികൾ വരുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇന്ത്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷന് പുതിയതായി രൂപീകരിക്കാൻ? ഓക്കെ, അതിൻ്റെ ആൻസർ കിടക്കുന്നതിന് മുമ്പ് നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് സാറ് പറഞ്ഞതിനോട് ഒരു അഡീഷൻ. ഒന്ന്, ജുഡീഷ്യറി പണിഷ്മെൻറ്റ് നടത്തുന്നതിനെ പറ്റിയാണ് ഇപ്പം ചോദിച്ചത്. ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ ജയിൽവാസം എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് ആകുമോ എന്നുള്ളതാണ്. ഒരു കാര്യം, പണിഷ്മെൻറ്റിനെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ കാഴ്ചപ്പാടാണ് കണ്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഒരുത്തനെ ഇല്ലായ്മ ചെയ്യുകയോ അല്ലെങ്കിൽ അവനെ ഒരു സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തലോ അല്ല, മറിച്ച് അദ്ദേഹം പറയുന്ന റിഫോർമേറ്റീവ് തിയറി. പിന്നെ ഓരോ ഗവൺമെൻറ്റും പണിഷ്മെൻറ്റ് വ്യത്യസ്ത തിയറിയുണ്ട്. ഇന്ന് നമുക്ക് കാണാം, ഇന്നലെ പേപ്പറിൽ കണ്ടു ഒരു രാജ്യത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ബ്രൂണെ, ഏത് ശരീഅത്തിൻ്റെ നിയമമനുസരിച്ച് എന്ന് പറയപ്പെടുന്നത് പോലെ കൊന്നവനെ കൊല്ലുക, കട്ടവൻ്റെ കൈവെട്ടുക എന്ന ഒരു നിയമം അവിടെ ഇപ്പം നടപ്പിലാക്കാൻ പോവുകയാണ്. പാസ്സാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഡിറ്ററൻ്റ് തിയറിയാണ്. ഇത് പേടിപ്പിച്ച് നിർത്തുക. കുറ്റം ചെയ്തവനെ അത് ആവർത്തിക്കുന്നതിൽ നിന്നും കുറ്റം ചെയ്യാൻ തോന്നുന്നവനെ അതിൽ നിന്നും മാറ്റി നിർത്താനൊരു പേടി കൊടുക്കുക എന്നുള്ളതാണ് ഡിറ്ററൻ്റ് തിയറിയുടെ ലക്ഷ്യം. അതേസമയത്ത് റിഫോർമേറ്റീവ്, മനുഷ്യനെ ഒന്ന് സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടൊരു മനുഷ്യൻ തെറ്റ് ചെയ്യാൻ നിർബന്ധിതനായിട്ടോ അല്ലാതെയോ ചെയ്തു കഴിഞ്ഞാൽ അവന് സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രൂപത്തിലൊന്ന് മാറ്റി പരിവർത്തിപ്പിക്കുക എന്ന ഒരു പോളിസിയുണ്ട് പണിഷ്മെൻറ്റിന്. അതാണ് റിഫോർമേറ്റീവ് തിയറി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ടൗണിലൊക്കെ പോയാൽ പ്രിസൻ്റെ വാഹനം കാണാം, വെള്ളം വിൽക്കുന്നത്, 10 ചപ്പാത്തി വിൽക്കുന്നതൊക്കെ. അല്ലെങ്കിൽ അല്ലേ, ADGP തന്നെ എന്ത് ചെയ്യാണ്, ജയിൽ പുള്ളിൻ്റെ കൊണ്ട് തലമുടി വെട്ടുന്നതൊക്കെ നമ്മളിങ്ങനെ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. എന്താണത്? അവർ സമൂഹത്തിന് ഉപയോഗിക്കപ്പെടുന്ന രൂപത്തിൽ പരിവർത്തനം വരുത്തി സമൂഹത്തിലേക്ക് തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്ന തിയറിയാണത്. ഇങ്ങനെ പണിഷ്മെൻറ്റ് വ്യത്യസ്ത തിയറികളുണ്ട്. ഈ തിയറിയൊക്കെ അനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ നിയമത്തിൽ പണിഷ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പണിഷ്മെൻറ്റാണോ പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ പുതിയൊരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ കോടതിക്ക് അവകാശമില്ല. ഡെത്ത്, ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ഐദർ ഡിസ്ക്രിപ്ഷൻ, കഠിന തടവ് അല്ലെങ്കിൽ സിമ്പിൾ തടവ് അല്ലെങ്കിൽ ഫൈന്, ഇങ്ങനെ പറയുന്ന പണിഷ്മെൻറ്റുകളാണ് നമ്മുടെ ക്രിമിനൽ കുറ്റത്തിലുള്ളത്. ഇതിലേതെങ്കിലും ഒന്നല്ലാതെ അപ്പുറത്തേക്ക് ജഡ്ജിന് പോകാൻ പറ്റില്ല. നമ്മളിതെല്ലാ പോളിസിയും ഉൾക്കൊണ്ടുകൊണ്ട് ഭൂരിഭാഗവും റിഫോർമേറ്റീവ് തിയറി. അതുകൊണ്ടാണ് ലൈഫ് ഇംപ്രിസൺമെൻറ്റിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെയും ചിലപ്പോൾ 14 വർഷം കഴിഞ്ഞ് നമ്മൾ വിടാറുണ്ട്. ഗവൺമെൻറ് വേണമെങ്കിൽ വിടാം. എന്തേലും പിന്നിലെ പോളിസിയും ഒരു മനുഷ്യന് ഒരു മാക്സിമം ഒരു 14 വർഷം കൊണ്ട് അവനൊരു പരിവർത്തനത്തിന് വിധേയമാവും എന്ന ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ 14 വർഷം കഴിഞ്ഞാൽ ഗവൺമെൻറ് വേണമെങ്കിൽ അദ്ദേഹത്തെ വിടാമെന്നുള്ളൊരു പോളിസിയിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ആൾ പറയും 14 വർഷം, അത് തെറ്റുമാണ്. ലൈഫ് ഇംപ്രിസൺമെൻറ്റ് പറഞ്ഞാൽ ജീവിതാവസാനം വരെ എന്ന് തന്നെയാണ്. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ
തിയറിയുടെ അടിസ്ഥാനത്തിൽ ഏത് ഗവൺമെൻറ്റാണോ വരുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് എന്ത് ചെയ്യും, തിയറി മാറും. അതിനനുസരിച്ച് പണിഷ്മെൻറ്റിൻ്റെ ഗ്രാവിറ്റി കൂടുകയോ കുറയുകയൊക്കെ ചെയ്യും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? നേരത്തെ പാകിസ്ഥാനിൽ പുതിയ ഭരണഘടന വന്നു, ശരിയാണ്. ഇന്ത്യയിൽ വരുമോ എന്നുള്ള ആശങ്കയാണല്ലോ. വന്നേക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ വരായികയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് നേരത്തെ അബ്ദുള്ള വക്കീൽ പറഞ്ഞു വെച്ചത്. കേശവാനന്ദ ഭാരതിയിലും മിനർവ മിൽ കേസിലൊക്കെ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ഗവൺമെൻറ്റിന് മാറ്റങ്ങൾ വരുത്താം. കോൺസ്റ്റിറ്റ്യൂഷനിൽ നേരത്തെ നമുക്ക് തന്നൊരു ഹിൻസിൽ കാണാം. എന്ത്? ഭരണഘടനയുടെ ഒരു പാർട്ടിന് മറ്റൊരു പാർട്ടിനെ റദ്ദ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റും. അപ്പം തന്നെ പറഞ്ഞല്ലോ, വാട്ട് ഈസ് ലോ എന്ന് പറഞ്ഞെടുത്ത് കാണാം. ഭരണഘടനയുടെ അമെൻമെൻറ്റ് ലോയുടെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ പാർട്ട് 3 പറഞ്ഞിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റിൽ എതിരാവുന്നതോ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതോ നിയന്ത്രിക്കുന്നതോ ആയ ഒരു നിയമവും ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉടനെ പറയുന്നു ഭരണഘടന അമെൻമെൻറ്റ് ആ ലോയുടെ പരിധിയിൽ വരില്ല. മീൻസ് ഗവൺമെൻറ് വേണമെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് എടുത്തു കളയാം അമെൻമെൻറ്റിലൂടെ. പണ്ട് ഒരു വ്യക്തിക്ക് സ്വന്തമാക്കാനുള്ള ഇത്രയും റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ അതില്ല. അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റായിട്ട് മാറ്റിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പാർട്ടിനെ മറ്റേ പാർട്ടിനെ നിയന്ത്രിക്കാൻ പറ്റും. അവിടെയൊക്കെ പ്രൊട്ടക്ഷൻ വരുന്നത് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇന്ത്യൻ ഭരണഘടന വരുന്നതിന് മുമ്പ് വന്ന ഏത് നിയമം വേണമെങ്കിലും ഭരണഘടനയ്ക്കെതിരായാൽ അതിനെ വോയിഡായിട്ട് പ്രഖ്യാപിക്കും. ശേഷമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു നിയമം 50-ന് ശേഷം വന്ന ഏതെങ്കിലും ഒരു നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അതിനെ വോയിഡ് അബ്നീഷൻ നള്ളിറ്റി ആയിട്ട് പ്രഖ്യാപിക്കും. അത് ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് വിളിക്കുന്നത്, നോക്കിയിട്ട്. അപ്പോൾ അത്തരം ഒരു വിധിയിലാണ് കോടതി എന്ത് പറഞ്ഞിരിക്കുന്നത്? ഗവൺമെൻറ് നിയമം അമെൻമെൻറ്റ് വരുത്താം, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനപരമായി കിടക്കുന്ന ബേസിക് സ്ട്രക്ചർ അത് മാറ്റാനുള്ള അവകാശം ഗവൺമെൻറ്റിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത കേസിലൂടെ എന്തൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് കോടതി വ്യക്തമായി പറഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇനിയും പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് കഴിഞ്ഞ പ്രൈവസി, റൈറ്റ് ടു പ്രൈവസി ബേസിക് സ്ട്രക്ചറാണോ അല്ലേ? ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ കേസാണ്. കോടതി പറഞ്ഞു പ്രൈവസി ബേസിക് സ്ട്രക്ചറാണ്. അപ്പം അങ്ങനെ കോടതി ഇപ്പം പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഗവൺമെൻറ് ഈ ഭരണഘടനയിൽ കൈകടത്തുന്നത്. അതോടൊപ്പമാണ് മറ്റൊന്ന്, ഏത്? ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ് കൊളീജിയം സിസ്റ്റത്തെ ഇല്ലായ്മ ചെയ്ത് ഗവൺമെൻറ് എന്ത് ചെയ്തു? പാർട്ടി ബേസായ രാഷ്ട്രീയക്കാരെയും കൂടി ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിച്ചു. അങ്ങനെ കൊളീജിയം സിസ്റ്റം ഒഴിവാക്കി ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി കൊണ്ടുവന്നു. സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് എന്ത് പറഞ്ഞു? ആ സിസ്റ്റം ശരിയല്ല. കാരണം കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറിൽ പെട്ടതാണ്. അപ്പം അതില്ലായ്മ ചെയ്യാൻ ഗവൺമെൻറ്റിന് അമെൻമെൻറ്റ് വരുത്തി കൊണ്ടുവരാൻ പറ്റില്ല. ഇങ്ങനെ ജുഡീഷ്യറി ഇന്നിപ്പോൾ അതിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊട്ടക്ഷൻ നിൽക്കുന്നത് കൊണ്ട് ആ ഒരു കൺസെപ്റ്റ് ജുഡീഷ്യറി വെച്ച് പുലർന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, ജുഡീഷ്യറി ഇതൊക്കെ പറ്റുമെന്ന് വന്നാൽ അന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും മാറിയേക്കാം. കാരണം ഇതൊന്നും ബേസിക് സ്ട്രക്ചർ അല്ല എന്ന് പറഞ്ഞാൽ, കാരണം ഇന്നലെ പറഞ്ഞ ബേസിക് സ്ട്രക്ചർ ഇന്ന് ജുഡീഷ്യറിക്ക് മാറ്റാം. നേരത്തെ സാറ് പറഞ്ഞല്ലോ, ഓവർ റൂൾ ചെയ്യാം, അപ്പറഞ്ഞത് ശരിയല്ല എന്ന് പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷനും വഴിത്തിരിവാവാം. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ആ സാധനത്തെ തിരുത്താൻ, കൺസെപ്റ്റിനെ തിരുത്താൻ ഗവൺമെൻറ്റിന് അധികാരമില്ല. അതുകൊണ്ട് നമ്മളതിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞാൻ ജസ്റ്റിസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടാക്സിൻ്റെ നിയമത്തിൽ ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇൻകം ടാക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൻ 18 ഒരുപാട് എക്സെപ്ഷൻ വരുന്നുണ്ട്. ഈ എക്സെപ്ഷനൊക്കെ നമ്മളൊന്ന് റെഫർ ചെയ്യുമ്പോൾ ഇത് തീർത്തും ഇൻജസ്റ്റിസ് ആയിട്ടുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഭരണഘടനക്കെതിരായിട്ടല്ലേ യഥാർത്ഥത്തിൽ ഈ ഇൻകം ടാക്സിൻ്റെ എനാക്ട്മെൻറ്റ് വരുന്നത് എന്നാണ് ഒരു സംശയം. മറ്റൊന്ന് എൻ്റെ ചോദ്യം ഒന്നിച്ച് ചോദിക്കുകയാണ്. മറ്റൊന്ന് കസ്റ്റമായിട്ട് എന്താണ് പരിഗണിക്കുക? അപ്പോൾ സതി ഒരു കസ്റ്റമാണ്. പക്ഷെ സതിന് നമ്മൾ ആരാണെന്നുണ്ടെങ്കിലും, ഏത് വിഭാഗത്തിൽപ്പെട്ട വക്കീലാണെന്നുണ്ടെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിലും സതി അത് തീർത്തും വിമർശനാത്മകമായിട്ടാണ് അതിനെ സമീപിക്കാറുള്ളത്.
അതുപോലെ തന്നെയുള്ള ഒരുപാട് കസ്റ്റമുകൾ നമ്മളുടെ മുസ്ലിം സമുദായത്തിലും ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ചില കസ്റ്റമുകളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചേലാകർമ്മം ഒരു കസ്റ്റമാണ്, അതേപോലെ വിവാഹം എന്നുള്ളത് തന്നെ ഒരു കസ്റ്റമായിട്ട് ആയിരിക്കും. അപ്പം അങ്ങനത്തെ നിയമങ്ങളൊക്കെ വരുമ്പോൾ, അങ്ങനത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അതുമായിട്ട് കൂടുതലായിട്ട് നമ്മൾ വികാരഭരിതരായിട്ട് സംസാരിക്കുകയും സതിയെ നമ്മൾ അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് അത് രാജാറാം മോഹൻ റോയിനെ ഭയങ്കരമായിട്ട് നവോത്ഥാന നേതാവൊക്കെ ആയിട്ട് അങ്ങനെ കാണുകയും, അപ്പം അവിടെ രണ്ട് തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു വ്യതിരക്തത, ഒരു വിഭാഗീയത അവിടെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തമ്മിൽ, അതായത് ഇപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് തന്നെ കോൺട്രഡിക്ഷൻ ഉണ്ടായാൽ എന്താണ് നമ്മൾ ചെയ്യുക? ഒന്നാമത്തത് ടാക്സിൻ്റെ കാര്യം. ഏതൊരു കാര്യത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് എന്തായിരിക്കണം വെച്ചാൽ ഇൻഡിസ്ക്രിമിനേറ്റ് ആകാൻ പാടില്ല. ഇപ്പോൾ ഇൻകം ടാക്സ് നിങ്ങൾ പറഞ്ഞ മാതിരിയാണ്, 1,80,000 വരെയുള്ളവർ ടാക്സ് ഇല്ല, 5 ലക്ഷമുള്ളവർ വരെ ഒരു റേറ്റ്, അതിൻ്റെ മുകളിലുള്ളവർ വേറെ റേറ്റ്, ഇങ്ങനെയൊക്കെയാണ്. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ രാജ്യത്തെ എല്ലാവരോടും ഒരേമാതിരി വാങ്ങേണ്ടത് അതൊരു നിയമവിരുദ്ധമല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ഇവിടെ ഈ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു റീസണബിളായ ഡിസ്ക്രിമിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഡിസ്ക്രിമിനേഷനോട് കൂടി ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നാട്ടിലെല്ലാവരും തുല്യമായിട്ട് കാണണം, പക്ഷേ സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. നാട്ടിലെല്ലാവരും തുല്യമായിട്ട് കാണണം, പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് ചില അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി ഇൻഡിസ്ക്രിമിനേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ചില ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആവശ്യമുണ്ടാവും. ചിലതെന്താ വെച്ചാൽ ചില കാര്യങ്ങളിൽ കൂടുതൽ അധ്വാനിക്കുന്നവനോട് കൂടുതൽ ടാക്സ് വാങ്ങുക, ഒന്നും അധ്വാനിക്കാൻ കഴിയാത്തവന് ചിലപ്പോൾ അങ്ങോട്ട് സഹായം കൊടുക്കുക ഒക്കെ വേണ്ടി വരും. അത് രാജ്യത്തിൻ്റെ വെൽഫെയറുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് അതങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യം കസ്റ്റം. എന്താ പോലെ ചോദിച്ചോളൂ. അതായത് സാറ് പറഞ്ഞപ്പോൾ ഈ ടാക്സിൻ്റെ സ്ലേബ് അത് ശരിയാണ്. പക്ഷേ ടാക്സിൽ ഇപ്പോൾ ഗവൺമെന്റ് ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ അതായതും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് എല്ലാവരും ഇല്ല, ചില ഇപ്പോൾ അക്കോമഡേഷൻ്റെ വിഷയം അങ്ങനത്തെ ചില വിഷയങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ വരുന്നുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവുമ്പോൾ. ഇപ്പം ഞാനൊരു സാധാരണ ഒരു ജോലിക്കാരന് എനിക്ക് ശമ്പളം കിട്ടുന്നത് എൻ്റെ സാലറി മൊത്തം ആനുവൽ സാലറി നോക്കുമ്പോൾ എനിക്ക് 1,50,000 രൂപ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഇതേപോലെ കിട്ടുന്നു, ഞാൻ ചെയ്യുന്നത് പോലെ അദ്ദേഹം ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം പലപ്പോഴും പല വിഷയങ്ങളിലും ഒഴിവാകാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട്, അതും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എക്സെപ്ഷനാണ് പല വിഷയത്തിനും. പക്ഷെ ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഇപ്പോൾ അത് റെക്കഗ്നൈസറോ അല്ലെങ്കിൽ പബ്ലിക്കോ ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ടാക്സ് കൊടുക്കണം. ഞാനും അദ്ദേഹം ഒരേപോലെ ചെയ്യുന്നു, പക്ഷെ അദ്ദേഹം മാത്രം ഒഴിവാകുന്നു. സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും, എന്നെ താഴ്ത്തുകയും ചെയ്യുന്നത് പറഞ്ഞാൽ അതിൽ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ. ഒന്ന് സ്ലാബിൽ ഇപ്പോൾ ഈ വർഷം April 1 മുതൽ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷവും 5 ലക്ഷം വരെ ടാക്സ് ഇല്ല. 5ൻ്റെ മുകളിലാണെങ്കിൽ 5% കൊടുക്കണം, 10% കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങളും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഈ സ്ലാബിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ ഒരേപോലെ തന്നെ ടാക്സ് കൊടുക്കണം. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കുറേ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആവശ്യപ്പെടാം. ഹൗസ് റെൻ്റ് അലവൻസ് ഡിഡക്ഷനിൽ പെടും, ഇൻഷുറൻസ് ഡിഡക്ഷനിൽ പെടും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ പെടും. അതിനും ഇൻകം ടാക്സ് ആക്ട് തന്നെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് എത്ര വേണമെങ്കിലും ഡിഡക്ഷൻ ചോദിക്കാനൊന്നും പറ്റില്ല, അതിന് പരിധിയുണ്ട്. 50,000 60,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ റേറ്റ്. അത് പ്രകാരം ഡിഡക്ഷൻ ചോദിക്കാം. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു PF ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരാൾ ആര് ഇൻവെസ്റ്റ് ചെയ്താലും ആ ഡിഡക്ഷൻ കിട്ടും. അതിന് എന്തില്ല, ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിരിക്കുന്ന ഫണ്ടിലായിരിക്കണം എന്ന് മാത്രം. എല്ലാ ഫണ്ടിനും എന്തില്ല, അത് ആര് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഇൻവെസ്റ്റ് ചെയ്താലും ഇല്ല, സാധാരണ വേറൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താലും ഇല്ല. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടും സ്റ്റാറ്റ്യൂട്ടറിയും അപ്രൂവ്ഡ് അല്ലേ? പറയട്ടെ. ഉസ്താദ് ചോദിച്ചപ്പോൾ ഒരു കാര്യം, ഈ ഗവൺമെൻറ് എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയിക്കും നോൺ ഗവൺമെൻറ് എംപ്ലോയി 2 തരത്തിൽ പറയുന്നുണ്ട്. അതായിരിക്കും ഇപ്പോൾ സംശയം വന്നിരിക്കുന്നത്.
ഈ ഗവൺമെൻറ് എംപ്ലോയി ആർക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് തന്നെയാണ്. സമൂഹത്തിന് വേണ്ടി, പബ്ലിക്കിന് വേണ്ടി സമർപ്പിച്ചവരാണ്. അത് പ്രത്യക്ഷമായിട്ട് ഗവൺമെന്റിനാണ്, മറ്റേത് പരോക്ഷമായിട്ടും ഗവൺമെന്റിന് തന്നെയല്ലേ? ആർക്ക് വേണ്ടി? അല്ല, പ്രത്യക്ഷമായിട്ട് ഒരു ഗവൺമെന്റ് എംപ്ലോയി പൂർണ്ണമായിട്ടും അത് ഗവൺമെന്റിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു. ഇപ്പൊ ഞാനും സമർപ്പിക്കുന്ന ഈ ഗവൺമെന്റിന്, അതായത് GDP എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പൊ GDP വർദ്ധിപ്പിക്കണമെങ്കിൽ ഞാനും വർക്ക് ചെയ്യേണ്ട ആവശ്യമല്ലേ? അത് ഇൻഡയറക്റ്റ് അല്ല, എന്റെ പ്രവർത്തനം ഇൻഡയറക്റ്റ് ആണ്, ഗവൺമെന്റിന് ഡയറക്റ്റ് ആണ്. സർക്കാർ ഉദ്യോഗസ്ഥനും സർക്കാർ ഉദ്യോഗസ്ഥനും അല്ലാത്ത രണ്ട് സ്ലാബൊന്നും ഇല്ല ഇവിടെ. സ്ലാബിൽ വ്യത്യാസമില്ല സാറേ, സ്ലാബിൽ വ്യത്യാസമില്ല. പക്ഷെ എക്സംഷനില് ഗവൺമെന്റ് എക്സംഷൻസ് ഒരുപാട് ഡിക്ലെയർ ചെയ്യും. ഉദാഹരണത്തിന് ചില ഫണ്ടിലിട്ടാൽ, ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കിൽ കൊണ്ടുപോയി കാശിട്ടാൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറയും. അങ്ങനെ ചില കാര്യങ്ങൾ ഗവൺമെൻറ് പറഞ്ഞതേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ GPF തന്നെയാണ്, GPFലെ ഫണ്ട് ഇടുന്നതിലും ഒരു പരിമിതി ഉണ്ട്. ഇതൊക്കെ ചില ഡിസ്ക്രിമിനേഷനോട് കൂടിയിട്ടല്ലാതെ, അതൊക്കെ ഇൻഡിസ്ക്രിമിനേഷനോട് കൂടിയിട്ടല്ലാതെ ചെയ്യൂല. അതിൽ വകതിരിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിലോ കോടതിയിലോ പോവാം. തീർച്ചയായിട്ടും ചോദ്യം ചെയ്യുക, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാനുള്ള അവകാശം ആർക്കുണ്ട്? കോടതിക്കുണ്ട്. പിന്നെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞു ടാക്സിൽ ഇപ്പം സക്കാത്തിൻ്റെ വിഷയം എടുക്കുക. ഞാനൊരു തേങ്ങ കച്ചവടക്കാരൻ, എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ തേങ്ങ കച്ചവടമുണ്ട്. സക്കാത്ത് കൊടുക്കണോ? ഉസ്താദ് പറയട്ടെ, സക്കാത്ത് കൊടുക്കണോ? വേണ്ട. അതേ സമയത്ത് എനിക്ക് ചെറിയൊരു 50,000 രൂപയുടെ ബിസിനസ്സാണ് ഉള്ളത്, സക്കാത്ത് കൊടുക്കണോ? അത് വേണ്ടി വരും, കൊടുക്കണം. അതെ, അപ്പോൾ ഐറ്റം തീരുമാനിക്കുന്നത് അതാത് ഗവൺമെൻറ്റാണ്. ഏതൊക്കെ ഐറ്റത്തിൽ കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ റീസണിങ് ഉണ്ട്. ആ റീസണിൽ വരുന്ന ഐറ്റംസിലാണ് അത് നമുക്ക് എല്ലാത്തിനും കാണാം ഏതൊക്കെ. കാരണം ഇപ്പം നമുക്കറിയാം സീലിംഗ് ഏരിയ, ലാൻഡിന് സീലിംഗ് ഏരിയ വെച്ചിട്ട് ഒരാൾക്ക് ഇത്ര ഏക്കറേ വെക്കാൻ പറ്റുള്ളൂ. എന്നാൽ കുറേ ഐറ്റത്തെ അവിടെ നമുക്ക് എക്സെപ്റ്റ് ചെയ്തിട്ട് കാണാം, ഇല്ലേ? ഇപ്പം തേയില തോട്ടാണ്, 5 ഏക്കറിൽ നിർത്തിയിട്ടുണ്ടോ? അപ്പോൾ അതിന് ഒരു റീസൺ ഗവൺമെൻറ് പറയുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ ടാക്സ് ഐറ്റത്തെ ഇൻ്റർപ്രിട്ടേഷനിൽ കാണാം. ടാക്സ് സ്റ്റാറ്റ്യൂട്ട് ഷുഡ് ബി ഇൻ്റർപ്രിറ്റഡ് സ്ട്രിക്റ്റായിട്ട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൽ മാത്രമേ ടാക്സ് ചുമത്താൻ പാടുള്ളൂ. കാരണം അതിന് ഗവൺമെൻറ് ആ സമയത്ത് കൃത്യമായൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഐറ്റം ഡിഡക്റ്റ് ചെയ്യണമോ, ഏതൊക്കെ ഐറ്റം എക്സെപ്റ്റ് ചെയ്യണോ എന്ന് കൃത്യമായി ഗവൺമെൻറ് റീസൺ കാണിച്ചുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ട് പാസ്സാക്കി വരുന്നത്. അതിൽ വന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ സ്റ്റാറ്റ്യൂട്ട് എന്ത് ചെയ്യാൻ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ വരുമ്പോൾ ഏത് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന റീസൺ വെച്ച് ചിലപ്പോൾ ആ റീസൺ നമുക്ക് ദഹിച്ചോളണമെന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, സീലിംഗ് ഏരിയയിൽ പലപ്പോഴും വരുന്ന ഗവൺമെൻറ്റിന് ചിലപ്പോൾ അങ്ങനത്തെ തോട്ടം ഉണ്ടെങ്കിൽ ആ തോട്ടത്തിൽ ചിലപ്പോൾ ഒഴിവാക്കിയായിരിക്കും, അതായിരിക്കും. പക്ഷേ പറയുന്ന റീസൺ അതല്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഏതൊക്കെ ഐറ്റം, ഇപ്പോൾ സക്കാത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സിസറിന് എത്രയാണ് ടാക്സ്, ആൽക്കഹോളിക്സിന് എത്രയാണ് ടാക്സ്? 100 മുകളിലാണ്, 120, 200% എന്നാലോ പ്രാഥമിക ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന എത്രയാണ് ടാക്സ്? പലതിനും ഇല്ല, അല്ലെങ്കിൽ 5%, 4%, 8%, 12% ഇങ്ങനെ കുറച്ച്. അതായത് ഇമ്പോർട്ടൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ലക്സറി, പ്രൈമറി ഇങ്ങനെ അനുസരിച്ചുകൊണ്ടാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതും ഡിഡക്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ഹൗസ് റെൻ്റ് അലവൻസ് നേരത്തെ പറഞ്ഞു, അത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിലും ഡിഡക്ഷൻ ഉണ്ട്. അതേസമയത്ത് ഗവൺമെൻറ് എംപ്ലോയിക്കാണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് മാറും. അത് നേരത്തെ പറഞ്ഞ കാരണം നിങ്ങൾക്കിപ്പം നിങ്ങൾ ഈ ബിസിനസ് വേണ്ട കുറച്ചും കൂടി ലാഭം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് വിറ്റുകൊണ്ട് അടുത്ത കച്ചവടത്തിന് പോകാം. പബ്ലിക് ഓഫീസ് വിൽക്കാൻ പറ്റുമോ? ഒരാളെനിക്ക് 10 കോടി തരാമെന്ന് പറയുന്നത് ഞാൻ വില്ലേജ് ഓഫീസറാക്കുകയാണെങ്കിൽ, ഞാൻ വില്ലേജ് ഓഫീസറാണ് സപ്പോസ്, പറ്റുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്നാലും വല്ലതും അദ്ദേഹത്തിന് പ്രൈവറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? രഹസ്യമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് അദ്ദേഹം ഗവൺമെൻറ് സേവ് ചെയ്യുമ്പോൾ ഇല്ലേ. ഇപ്പം നമ്മൾ തങ്ങന്മാർക്ക് നോക്കുക, തങ്ങന്മാർക്ക് സക്കാത്ത് പറ്റില്ല, എന്നാലോ ഫെയ് മുതലുണ്ടെങ്കിലോ? ഈ പറഞ്ഞ രൂപത്തിൽ ഈ ടാക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിലെ ഡിസ്ക്രിമിനേഷൻ, അത് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ശരീഅത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്താണോ പറയുന്നത്, അതുകൊണ്ട് പലപ്പോഴും കാണാം ടാക്സ് അതോറിറ്റീസ് പറയാതെ ഐറ്റംസിനും കൂടി അത് പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ വരും. അപ്പോഴാണ് സാറ് നേരത്തെ എന്ത് പറഞ്ഞത്, അപ്പം നിങ്ങൾക്ക് കോടതി പോവാം, ഈ ടാക്സ് സ്റ്റാറ്റ്യൂട്ട് പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ സ്ട്രിക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ, പറഞ്ഞ ഐറ്റംസിന് മാത്രം അല്ലെങ്കിൽ അതുമായി കൃത്യമായിട്ട് യോജിക്കുന്ന ഐറ്റംസിന് മാത്രമേ
ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അതേസമയത്ത് റൈറ്റ് ടു ലൈഫ് നേരത്തെ പറഞ്ഞല്ലോ, വളരെ ലിബറലായ ഇൻ്റർപ്രിട്ടേഷനാണ് നടത്തുന്നത്. ഈ രൂപത്തിൽ വരുമ്പോഴാണ് പലതും നമ്മൾ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ എന്തുകൊണ്ടെന്ന് ചിലപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഓരോ ഐറ്റംസിനും പറയുന്ന എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ദഹിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ്റിന് അതിന് റീസൺ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ചുരുക്ക സംഗതി പറയാം. നിങ്ങൾ പറഞ്ഞ മാതിരിലെ അൺറീസണബിൾ ആയിട്ടുള്ള കുഴപ്പമുണ്ടെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോയി ചോദ്യം ചെയ്യാവുന്നതാണ്. വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ് ഇടപെടുകയിൽ എത്ര ഉള്ളതിൽ. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, കസ്റ്റമിനെ കുറിച്ച് മറുപടി വന്നിട്ട്. കസ്റ്റം എന്ന് പറഞ്ഞ സാധനം എന്താ വെച്ചാൽ ആചാരം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ആചാരമാണല്ലോ. ആചാരത്തെക്കുറിച്ചാണ് നേരത്തെ ഞാൻ ഈ പറഞ്ഞത്. ഏതൊരാചാരം നാട്ടിൽ നടക്കുന്നതും മനുഷ്യൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാവരുത് എന്നാണ് ആര് പറഞ്ഞത്? അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സതി. ഭർത്താവ് മരിച്ച ചെതയിൽ പോയിട്ട് പെണ്ണ് പോയി ചാടണം എന്ന ആചാരത്തിന് അനുകൂലമായിട്ട് 50,000 ആളുകൾ അടങ്ങുന്ന ജാഥയാണ് രാജസ്ഥാനിൽ നടന്നത്. ഇത് നിരോധിച്ചപ്പോൾ നാട്ടുകാർ മുഴുവൻ എതിരായിന്. പക്ഷെ നാട്ടുകാർ മുഴുവൻ എതിരാണ് എന്ന് പറഞ്ഞത് അനുവദിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇത്തിരി ആളുകൾ അനുവദിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് നാളെ മുതൽ സതി ഉണ്ടായിക്കോട്ടെ എന്ന് കോടതിക്കോ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ അപ്പോൾഡ് ചെയ്യണ ഒരു സർക്കാരിനോട് പറയാൻ പറ്റുമോ? അപ്പോൾ ഏതൊരാചാരമായാലും നിങ്ങളിപ്പോൾ ഈ ചേലാകർമ്മത്തിൻ്റെ ഒന്നും പേടിക്കണ്ട. ചേലാകർമ്മം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ആരോഗ്യകരമായ കാര്യത്തിൽ ആവശ്യമുണ്ടോ ഇല്ല എന്നതിലൊക്കെ പല ഡിസ്ക്രിഷനും ആർക്ക് രക്ഷിതാക്കൾക്കും ബാക്കിയുള്ളവർക്കും കൊടുക്കണം. നേരെ മറിച്ച് അതല്ല, നാളെ വേറൊരു ആചാരം ഉണ്ടാകാൻ നിൽക്കുക. നാളെ തീയിലൂടെ നടക്കൽ ഒരു സുന്നത്തായ കാര്യമാണ് നൃത്തം പറഞ്ഞു നിൽക്കുക. അതൊരു ആചാരമാക്കാമല്ലോ. അങ്ങനെ ആചാരം ഒരാൾ തുടങ്ങിയാൽ അതിനെ സമ്മതിക്കാൻ പറ്റുമോ? അവിടെയാണ് പ്രശ്നം. അപ്പോൾ നാട്ടിൽ കുറേ ആളുകൾ ആശുപത്രിയിൽ എത്തിക്കുന്ന ഏർപ്പാട് ഇവിടെ ആചാരമായിട്ട് കൊണ്ടുവന്നാൽ അപ്പോൾ ആചാരത്തെ തടുക്കേണ്ടി വരും. അപ്പോൾ ആചാരം എന്ന സംഗതി വെറുതെ ഉണ്ടാവില്ല. ഞാൻ അതിലാണ് നേരത്തെ പറഞ്ഞത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആചാരവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങളും മനുഷ്യാവകാശത്തിന് ധ്വംസനമായിട്ടോ ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്ന ഭരണഘടന അനുവദിക്കുന്ന മനുഷ്യാവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടോ വല്ലതുണ്ടോ നിങ്ങൾ ചർച്ച ചെയ്യും. അത് വല്ലതുണ്ടെങ്കിലല്ലേ ബേജാറാണ്ടുള്ളൂ. അതൊന്നും കാണാത്തോടത്തോളം കാലം ഒരു ബേജാറ് വേണ്ട കാര്യമല്ല. ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എങ്ങനെ എന്നുള്ളതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അത് ഒരു ഒരു ഇമേജിനറി പ്രോബ്ലം എടുത്തിട്ട് ആയിരിക്കരുത് ആൻസർ ചെയ്യേണ്ടത്. അത് റിയാലിറ്റിക്ക് വരിക. റിയാലിറ്റിക്ക് വന്നിട്ട് അതിനോട് സംവേദിച്ചാൽ ഒരിക്കലും ഇവിടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കസ്റ്റം കൊണ്ടോ ഇസ്ലാം പറയുന്ന വിശ്വാസ പ്രമാണം കൊണ്ടോ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലെ നേരത്തെ ഷൗക്കത്ത് വക്കീൽ പറഞ്ഞ പോലെ ലോകം മുന്നോട്ട് വെക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനെതിരിലോ ആയിട്ടുള്ള ഒരു സാധനവും കാണാൻ പറ്റില്ല. കാരണം എല്ലാവിധ ഡിസ്ക്രിമിനേഷനെയും എതിർത്തുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്. കറുത്തവരും വെളുത്തവരും പിന്നെ വേറെ കാണാൻ പറ്റുമോ? അറബിക്ക് അനറബിയേക്കാൾ വല്ല പ്രാധാന്യം ഇതിലുണ്ടോ? പിന്നെ എങ്ങനെ മനുഷ്യനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണേ? അവിടുന്ന് തുടങ്ങി. അതുകൊണ്ട് അതൊരു ബേജാറാണ്ട സംഗതിയല്ല. പിന്നെ കോടതികൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇനി അടുത്തത് നമ്മളെ തന്തക്കാണോ വിളിക്കുക എന്നൊന്നും തോന്നേണ്ട കാര്യമില്ല. കാര്യങ്ങൾ പറയാൻ ഇവിടെ ചില ബേസിക്കായിട്ടുള്ള ചില സംഗതികളുണ്ട്. ആ ബേസിക്കായ സംഗതിയുമായി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന രൂപത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം. അത് ഒരു പുരോഗമന സമൂഹം എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നേരിട്ട് നമുക്ക് സാധിക്കണം. അപ്പം ഈ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളെ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ വലിയൊരു കഷ്ടം വരും. ആ കഷ്ടത്തിനെല്ലാം ഇവിടെ എതിർക്കാൻ ഭാവിയിൽ ആൾ വരും എന്നൊന്നും തോന്നണ്ട. കൃത്യമായി ഉണ്ടാവും അല്ലേ? ആയിക്കോട്ടെ, ഒരു കാര്യം കൂടി. റൈറ്റ് ടു ലൈഫ് ലാ തുൽക്കു ഐദീക്കും വരെ തഹലുക്ക, അതാണിപ്പോൾ സതിയൽ. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു, നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് റൈറ്റ് ടു ലൈഫ്. ഒരാൾക്കും ജീവൻ എടുക്കാനുള്ള അവകാശമില്ല.
അതുകൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കുറ്റകൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ലൈഫ് നമ്മുടെ ആരുടേതുമല്ല. സതിയിൽ വരുന്നത് അതാണ്. ഭർത്താവ് മരിക്കുമ്പം താല്പര്യപ്പെട്ടാലും ഇല്ലെങ്കിലും നിർബന്ധിതമായിട്ടോ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ നിർബന്ധിതമായിട്ട് കൊണ്ടുപോയി പിടിച്ചിടും, ആചാരത്തിൽ നിർബന്ധമുള്ള ആളുകൾ, അല്ലെങ്കിൽ ആചാരത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അവൾ കൊണ്ടുപോയി ചാടും. രണ്ടും എന്താണ്? ഭരണപരമായി തെറ്റാണ്. കാരണം ഒരാൾക്ക് സ്വയം ജീവൻ നശിപ്പിക്കാൻ അവകാശമില്ല, മറ്റൊരാളുടെ ജീവൻ എടുക്കാനും ഒരാൾക്ക് അവകാശമില്ല, എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമം പറയുന്ന രൂപത്തിലല്ലാതെ. അതുകൊണ്ടാണ് ഡെത്ത് പെനാൽറ്റി കോടതി വിധിക്കുന്ന കേസിലല്ലാതെ ഒരാൾക്കും ഒരാളുടെ ലൈഫും എടുക്കാനുള്ള അവകാശമില്ല. സതിയിൽ വന്നിരിക്കുന്നതാണ്. അതായത് ബാക്കിയുള്ള ആചാരങ്ങൾ നിങ്ങൾ എടുത്ത് കൊണ്ടുവരിക, ഇത്തരത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ചലാക്രമത്തിൽ ധാരാളം മെഡിക്കൽ പോയിൻറ്റ്സുകൾ സൂചിപ്പിച്ചല്ലോ, അതുണ്ട്. അതുകൊണ്ട് അതിലൊന്നൊരു കുഴപ്പമില്ല. എന്നാൽ സതി റൈറ്റ് ടു ലൈഫുമായി ബന്ധപ്പെട്ടതാണ്. അത് മതവും കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നും അംഗീകരിക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് നിരോധിച്ചിരിക്കുന്നത്. കസ്റ്റം മാത്രമേ ഉള്ളൂ, പേഴ്സണൽ ലോയറാണ് ഇടപെടുകയും ഇല്ല. ഓക്കെ. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം എന്നൊരു വാക്ക് പ്രയോഗിക്കുകയുണ്ടായി. ഇപ്പം നമ്മൾ അടുത്ത് വന്ന വിധികളൊക്കെ പരിശോധിക്കുമ്പോൾ IPC 377 2018 സെപ്റ്റംബർ 26 വിധി, അതിന് പിന്നെ 6 വിധി, അതായത് സ്വവർഗ ലൈംഗികത, വിവാഹേതര ലൈംഗിക ബന്ധം, അതൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് കോടതി പറഞ്ഞിരുന്ന ജെയിംസ് മില്ലിൻ്റെ വാക്കുകളാണ്. അതായത് വ്യക്തിയാണ് വലുത്, സമൂഹമല്ല, വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ സോഷ്യലിസം എന്ന് പറയുന്നതിൽ അർത്ഥമല്ലല്ലോ. പിന്നെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു ഇസ്ലാം ഒരു ദേശീയത, അതിനോട് വിനീതമായൊരു വിയോജിപ്പ് പറയുന്നു. കാരണം ഇപ്പോൾ ആൻ്റോണിയോ ഗ്രാംഷി അല്ലെങ്കിൽ ഓബ്സ്കോങ് ഒക്കെ പറയുന്ന ദേശീയതയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് ദേശീയത വ്യക്തമായിട്ടും അത് അപരരെ സൃഷ്ടിക്കുന്നുള്ളത്. ഇസ്ലാമിലൊരു ദേശീയത ഉണ്ടെങ്കിൽ ആ ദേശീയതയുടെ അടിസ്ഥാനം എന്താണ്? ഇല്ലെങ്കിൽ ആ ദേശീയത പങ്കുവെക്കാത്തവരെ നിങ്ങൾ ഇസ്ലാമിൽ ഉൾപ്പെടുത്തുന്നില്ലേ? എന്താണ് ഇസ്ലാമിൻ്റെ ദേശീയതയുടെ അടിസ്ഥാനം? പിന്നെ മൂന്നാമതൊരു ഒറ്റ ചോദ്യം കൂടി. ഇപ്പം പല ഇസ്ലാമിക കാര്യങ്ങളും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലുമായിട്ട് കോൺഫ്ലിക്റ്റ് ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 മദ്ഹബുകളുണ്ടല്ലോ, ഈ മദ്ഹബുകളിൽ നിന്നെല്ലാം ഒക്കെ ശരിയാണല്ലോ, തെറ്റൊന്നുമില്ലല്ലോ ഒറ്റ മദ്ഹബ്, ഇതിൽ നിന്നെല്ലാം ഒരു ക്രോഡീകരിച്ച് ഒരൊറ്റ മദ്ഹബാക്കിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോട് യോജിച്ച് വരുന്ന രൂപത്തിൽ ഒരു ഏക മദ്ഹബ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് തെറ്റുകളല്ലല്ലോ, ശരികൾ ഒരുമിച്ച് കൂട്ടുന്നു എന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ 377 ഇതിലെന്താ വെച്ചാൽ എന്താണ് കോടതി അതിൽ ഇടപെട്ടതെന്താ വെച്ചാൽ അത് ഇവിടെ ഒരു 3 ലിംഗക്കാരുടെ പ്രശ്നമുണ്ട്. 3 ലിംഗക്കാരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു ആൻസർ മാത്രമാണത്. അതല്ലാതെ ഈ അധാർമികതയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് തെറ്റിദ്ധരിക്കേണ്ടായിരുന്നു. അതിപ്പോൾ മറ്റത് ഇപ്പോൾ പിന്നെ ഈ പുരുഷൻ സ്ത്രീക്ക് 2 നിയമമായിരുന്നു എന്തിലുണ്ടായിരുന്നത്. കല്യാണം കഴിച്ച പെണ്ണ് മറ്റൊരാളുമായിട്ട് അല്ലെങ്കിൽ പിന്നെ ബന്ധപ്പെടുന്നതിനെ പറ്റിയിട്ട് അതിൽ 2 ആളോട് 2 നിയമം ഉണ്ടാകുന്നത് മാറണമെന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ എഴുതുന്നിടത്തുള്ള തകരാറാണ്. പിന്നെ ദേശീയതയെക്കുറിച്ച് അവിടെ ഞാനും ഉസ്താദും പറഞ്ഞ 2 ദേശീയതകളുണ്ട്. ഞാൻ പറഞ്ഞ ദേശീയതയാണ് അദ്ദേഹം പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇന്ത്യ എന്ന ദേശം, ആ നേഷൻ എന്ന സാധനത്തോടുള്ള പ്രാമുഖ്യം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നാഷണാലിറ്റി എന്ന് പറഞ്ഞ സാധനം വ്യത്യസ്തമാണ്. ആ നാഷണാലിറ്റികൾ ഒരു പാൻ രൂപത്തിലേക്ക് വരേണ്ട ഒരു രൂപമാണ്. കാരണം ഈ അറബി ആയാലും അനറബി ആയാലും അമേരിക്കക്കാരനായാലും വെളുത്തവനായാലും കറുത്തവനായാലും ഒക്കെ എല്ലാവരും ആദമിൻ്റെ സന്തതികൾ, ആദമോ മണ്ണിൽ നിന്ന് എന്നുള്ളതാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ. അതിലൊരു സംശയമില്ല. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു എന്നതുകൊണ്ട് നമ്മൾ വലിയ മുന്തിയ ചരക്കാവുന്നൊന്നുമില്ല. അങ്ങനെ അഭിപ്രായമൊന്നും ആർക്കുമില്ല. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഫാസിസ്റ്റ് നിലപാടാണ് എന്നുള്ളിടത്താണ് എല്ലാവരും നിൽക്കുന്നത്. ഞാൻ ചില പ്രത്യേക കുടുംബത്തിൽ ജനിച്ചാൽ അല്ലെങ്കിൽ ഞാനൊരു പ്രത്യേക രീതിയിൽ ജനിച്ചാൽ അവന് മറ്റുള്ള മനുഷ്യരുടെ മുകളിലൊരു അധീശത്വം ഉണ്ട് എന്ന് തീരുമാനിക്കുന്നതോടുകൂടി തന്നെ പോയി. അതുകൊണ്ട് ആ നാഷണാലിസം ഉണ്ടല്ലോ, ഏത് ഒരു പ്രത്യേക രീതിയിലുള്ള, അതാണിപ്പം ആര് മുന്നോട്ട് വെക്കുന്നത്? BJP. കാരണം എന്താ വെച്ചാൽ ഇന്ത്യക്കാരൻ ഒരു സംതിങ് വേറെയാണ്. ഇന്ത്യയിൽ തന്നെയുള്ള ചില ആളുകൾ അതിലും കുറച്ചും കൂടി വലുതാണ്. അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നേരെ മറിച്ച് ഇന്ത്യ എന്ന രാജ്യം
ഒരു രാജ്യം എന്ന നിലക്ക്, അത് നേരത്തെ പറഞ്ഞു, ആസാമിയും മലയാളിയും തമിഴനും കാശ്മീരിയും രാജസ്ഥാനിയും ഒക്കെ കൂടി ഈ വ്യത്യസ്ത നാഷണൽ സ്റ്റേറ്റുകളുടെ സമുച്ചയമായ ഈ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ഭരണപരമായ ആവശ്യത്തിന് ഒന്നായി നിൽക്കേണ്ട കാര്യമുണ്ട്. അതിനെ ആരെങ്കിലും പുറത്തുനിന്ന് എതിർക്കുമ്പം അതിനെ തടുക്കേണ്ടതുണ്ട്. അതിനൊരു പട്ടാളം വേണം, അതിനൊരു ഘടന വേണം. ആ ഘടനയ്ക്കുള്ള നാഷൻ വരുമ്പോഴാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അതിന് അതിൻ്റേതായ ഒരു പ്രാധാന്യം നൽകേണ്ടത്. എന്ന് കരുതി പാകിസ്ഥാനി തല്ലിപ്പൊളിയാണ്, ഇന്ത്യക്കാരനൊക്കെ മുന്തിയവരാണ് എന്നാരെങ്കിലും വിചാരിച്ചാൽ ആ നാഷണാലിറ്റി അപകടകരവുമാണ്. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നത്തെ ചോദ്യം എന്തായിരുന്നു? ഒന്നും കൂടി ഉണ്ടല്ലോ, എന്താണ്? മറന്നുപോയി. ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി മദ്ഹബ് അല്ലേ? മദ്ഹബ് 4 മദ്ഹബുകളുടെ 4 മദ്ഹബ് എന്നല്ല 40 മദ്ഹബ് ഉണ്ടാകാം. ഈ 4 മദ്ഹബിൽ നിന്നു എന്നുള്ളത് നമ്മുടെ സമുദായത്തിലുണ്ടായ ഒരു വലിയ ഗുണമായിട്ട് വേണേൽ കണ്ടോളി. അല്ലെ, മനുഷ്യനാണ്, ചിന്തിക്കുന്നവനാണ്. ഇപ്പോൾ എനിക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന പോലെ ആയിരിക്കില്ല ഇന്ത്യൻ പീനൽ കോഡ് നോക്കിയാൽ, അല്ലെങ്കിൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ, പിന്നെ അബ്ദുള്ള വക്കീൽ മനസ്സിലാവുക. അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള മനസ്സിലാക്കലുകൾ ഉള്ളത് കൊണ്ടാണ് ഈ വ്യാഖ്യാനങ്ങൾ കൂടുതൽ വരുന്നത്. ആ വ്യാഖ്യാനങ്ങൾ ഏത് ഡെവലപ്ഡ് പിന്നെ പ്രത്യയശാസ്ത്രത്തിനും ഉണ്ടാവും, ഭരണഘടനക്കും ഉണ്ടാവും. അതുതന്നെയാണ് ഇസ്ലാമിനുള്ളത്. ഈ വ്യതിരിക്തതകളെ അംഗീകരിക്കാൻ നമുക്ക് സഹായിക്കുമ്പോഴാണ്, അതുകൊണ്ടാണ് ഏത് മദ്ഹബും അംഗീകരിക്കുക എന്ന് പറയുന്നത്. അവിടെ എല്ലമ്പാടെ കൂട്ടി ഒന്നാക്കണം എന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും നടക്കുന്ന സംഗതിയല്ല. അത് വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളെ ചിന്താപരമായി അംഗീകരിക്കാൻ സഹായിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഡെവലപ്പ് ചെയ്യുക. കാരണം എൻ്റെ കോലത്തിലല്ലാതെ മനസ്സിലാക്കാൻ ഉസ്താദിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ് മനസ്സിലാക്കിയതിനെ ബഹുമാനിക്കാനുള്ള കഴിവ് എനിക്കുണ്ടാവണം. അതല്ല എൻ്റേത് മാത്രമാണ് ശരി, ഉസ്താദ് വിവരമില്ലായിട്ടാണ് കുറേ കാര്യം നടക്കണത് എന്ന് എനിക്ക് തോന്നിയാൽ അത് എൻ്റെ വലിപ്പക്കുറവായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മദ്ഹബുകളുടെ കോഡീകരണത്തിന് വേണ്ടിയോ ഇനി മദ്ഹബുകൾ ഉണ്ടാകാൻ പാടില്ല എന്നോ ഒന്നും പറയാൻ നമ്മൾ പോകണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഭരണഘടനയുമായി കോൺഫ്ലിക്റ്റ് ആവുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഒരു സ്ഥലവുമില്ല. നിങ്ങൾ കാണിച്ചു തരി, ഞാൻ തർക്കിക്കാൻ തയ്യാറാങ്ങളോട്. ഇന്ത്യൻ ഭരണഘടനയുമായി കോൺഫ്ലിക്റ്റ് ചെയ്യണ ഏതെങ്കിലും ഒരു ഖുർആനിലെ ആയത്തോ ഹദീസോ എന്തെങ്കിലും നിങ്ങൾ കാണിച്ചു തരുമോ? നമ്മളെ ഷബാനോ കേസിൽ വന്ന വിധികളിൽ അന്ന് കോടതി പോലും ഖുർആൻ വിധിച്ചിട്ടാണ് വിധിക്കുന്നത്. ആണല്ലോ കോടതി. അതിലവിടെ പ്രശ്നം അവിടെ എന്താ? പിന്നെ നമ്മൾ പറഞ്ഞത് അവിടെ ഖുർആനുമായിട്ട് കോടതി എവിടെ? അങ്ങനെയല്ല എങ്കിൽ പിന്നെ എങ്ങനെ ശരീഅത്ത് പ്രക്ഷോഭങ്ങൾ നടന്നോ? അതെനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞതല്ല. ഞാനിവിടെ പറഞ്ഞ സംഗതി എന്താ വെച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിലെ മുന്നോട്ട് വെക്കുന്ന സാധനവുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു കാര്യം കാണിച്ചെന്ന് നമുക്ക് തർക്കിക്കാന്നാണ്. പിന്നെ വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടാവും, അതൊക്കെ വേറെയാണ്. ശബാനുബീഗത്തിലെ കോൺഫ്ലിക്റ്റ് ഏരിയ എന്ന് പറഞ്ഞോട്ടെ. അതായത് വിവാഹമോചിതയായ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അത് വിവാഹമോചിതയായ സ്ത്രീക്ക് പിന്നെ അത് കൊടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അല്ല, കൊടുക്കാതിരിക്കലൊരു ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ? കൊടുക്കണ ഹറാമാണെന്ന് ഏത് ഖുർആൻ ആയത്തോണ്ടാണ് പറഞ്ഞത്? പറഞ്ഞോളി. കൊടുക്കണം എന്നല്ല പറഞ്ഞത്, നിർബന്ധമല്ല എന്നാ അർത്ഥം. എൻ്റെ അർത്ഥം നിർബന്ധമല്ല എന്നാണോ? ഖുർആനിൽ പറഞ്ഞൊരു സാധനം നിർബന്ധമല്ലേ? ഖുർആനിൽ പറഞ്ഞതല്ലേ കൊടുക്കണമെന്ന്? അത് മുത്തക്കി നമുക്ക് ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം അല്ല ശരീഅത്ത് പറഞ്ഞിട്ട് നമ്മളാൾക്കാർ എന്ത് ചെയ്യും? സാധാരണക്കാർക്ക് ഒരു ഖുർആനുമാണ്, എന്താണ് ബാക്കിലെ എന്താണ് മുത്തക്കിക്ക് വേറെ ഖുർആനോട് കൈ തടിയിരിക്കുകയാണ്. എല്ലാവർക്കും ഓരോ ആയത്തും ഓരോ മനുഷ്യനും, മുസ്ലിമിന് മാത്രമല്ല ഓരോ മനുഷ്യനും അങ്ങനെ കാണി ബാധകമാണ്. സംശയം വേണ്ട. പിന്നെ നിങ്ങളെന്താ വെച്ചാൽ അതിനൊക്കെ ഈ ആദ്യ വ്യാഖ്യാനം വരികയാണ്. ഏത്? അത് മുത്തക്കിങ്ങൾക്ക് മാത്രം പറഞ്ഞാണ്, മനുഷ്യന്മാർക്ക് ബാധകമല്ല. അത് ചെയ്യാൻ പറ്റും. ബഹുഭാരിത്വം എങ്ങനെ വരുന്നത്? ബഹുഭാരിത്വം അങ്ങനെ തന്നെയല്ലേ? അത് ഒരു സ്ത്രീയുടെ മാനവികതയ്ക്ക് എതിരാവുന്നില്ലേ? മാനവികതയ്ക്ക് എതിരാണ്. സ്ത്രീയുടെ അവകാശത്തിനെതിരാണ്. എങ്ങനെ? വിവാഹം എന്ന സാധനം ഒരു മനുഷ്യന്റെ സിവിൽ റൈറ്റ് മാത്രമാവുമ്പോൾ അത് നമ്മൾ പുരുഷന് മാത്രമായിട്ട്, ഒരു സ്ത്രീയെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ ആണല്ലോ, അവൾക്കും സിവിൽ റൈറ്റുകൾ. ലോകത്തിലെ ഏതെങ്കിലും ഒരു കസ്റ്റം അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം. അതെ, ഖുർആനും കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ എതിരാണോ അല്ല ഖുർആനുള്ള എതിരാണോ ചോദിക്കുന്നത്? ഖുർആനിലാണെങ്കിൽ ഞങ്ങളിവിടെ പറയാം. ഇപ്പോൾ വക്കീലന്മാരാണ്, അതെ ഉസ്താദന്മാർ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഖുർആനും കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിൽ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഇന്ത്യൻ ലോ അതിനെതിരാണെന്ന് കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗം സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായിൻ്റെ വിഷയത്തിലും കോടതി ആ പരാമർശം വന്നപ്പം ഗവൺമെൻറ് തിരുത്തി. അതിൽ ഇങ്ങനെ സംസാരിക്കുന്നതിലുണ്ട് തോന്നും. കാരണം നമ്മൾ ഖുർആനല്ല പറയുന്നത്, ശരീഅത്താണ്. ശരീഅത്തിൽ എവിടെയാണ് ബഹുഭാര്യത്വം ശരിയെന്ന് തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നത്? ബഹുഭാര്യത്വം അനുവദനീയമാണ്. ഇന്ത്യൻ ലോയിലോ മുസ്ലിം ലോ പ്രകാരം 4 പേരെ കെട്ടാമെന്ന് മുസ്ലിം പേഴ്സണൽ ലോയും പറയുന്നു. എവിടെയാണ് നിങ്ങൾക്ക് ശരീഅത്തും പേഴ്സണൽ ലോയും ഇന്ത്യൻ ലോയും തമ്മിൽ എതിരാവുന്നത്? ശരീഅത്ത് തമ്മിൽ ചർച്ച ചെയ്ത് ഞങ്ങളിപ്പോൾ ഇടപെടില്ല. ഇത് ഈ വേഷത്തിൽ ഇരുന്നുകൊണ്ട് എവിടെയും ശരീഅത്ത് നിയമത്തിൽ എവിടെയും എതിരാവുന്നൊന്നുമില്ല. മത്തായിൻ്റെ വിഷയത്തിൽ ആ ഒരു വിഷയം വന്നപ്പോൾ ഇപ്പം പിന്നീട് റൈറ്റ് പ്രൊട്ടക്ഷൻ മുസ്ലിം റൈറ്റ് ഓഫ് മുസ്ലിം വുമൺ, പ്രൊട്ടക്ഷൻ ഓഫ് മുസ്ലിം വുമൺ ഓൺ ഡൈവോഴ്സ് എന്നുകൊണ്ട് പുതിയൊരു നിയമം കൊണ്ടുവന്നു. അത് പ്രകാരം മത്തായും അതുപോലെ തന്നെ 125 CRPC അതിലേത് വേണമെന്നൊരു ഓപ്ഷനും കൊടുത്തു. ഖുർആനും ഇസ്ലാമും പറഞ്ഞിരിക്കുന്നത് കഴിവുള്ളവനാണെങ്കിൽ, എല്ലാവർക്കും എല്ലാം നിർബന്ധം പറഞ്ഞിരിക്കുന്നത് കഴിവുള്ളവനാണെങ്കിൽ അവൻ്റെ കഴിവും സ്ത്രീയുടെ സ്റ്റാൻഡേർഡും അനുസരിച്ചിട്ട് ലംസം എമൗണ്ട് അത് കൊടുക്കാനാണ് മത്തായി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം CRPC 120 പറഞ്ഞിരിക്കുന്നത് വൈഫ് ഇൻക്ലൂഡ്സ് ഡൈവോഴ്സ്ഡ് വൈഫ് ആൾസോ. തലാഖ് ചെല്ലപ്പെട്ട വിമണും ആരെന്നെയാണ്? വൈഫിൻ്റെ ഡെഫിനിഷനിൽ വരും. അതുകൊണ്ട് അവനക്ക് എന്ത് ചെയ്യണം? ജീവനാംശം കൊടുക്കണമെന്നോ? അതും മാസാമാസം എമൗണ്ടേ പറയുന്നില്ല, ലംസം പറയുന്നില്ല. അതിന് പകരം ഇസ്ലാം ലംസം കൊണ്ടുവന്നു. കഴിവുള്ളവന് കൊടുക്കണം, കഴിവില്ലാത്തവന് CMP ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടുമോ? ഇന്ത്യൻ കോടതി പോലും കൊടുക്കാനൊന്നുമില്ല. അവൻ 6 മാസം ജയിലിൽ കിടന്ന് അവനങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് കഴിവുള്ളവൻ തന്നെയേ ലോയിലും പറയുന്നുള്ളൂ, കഴിവുള്ളവനോട് തന്നെ. അതോടൊപ്പം ഇസ്ലാമിക ലോയിൽ പറയുന്നത് എന്താ? സ്ത്രീക്ക് കഴിവുണ്ടായാലും ഇല്ലെങ്കിലും, ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും മുസ്ലിം ഭർത്താവ് കൊടുക്കണമെന്ന കഴിവുണ്ടെങ്കിൽ. എന്നാൽ CRPC പറയുന്നത് അങ്ങനെയല്ല, സ്ത്രീക്ക് സ്വന്തമായി ജീവിക്കാൻ കഴിവില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ലോനേക്കാൾ ഒന്നുകൂടി പ്രൊട്ടക്റ്റീവായിട്ടാണ് ശരീഅത്തിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല ഹയറാർക്കി കൃത്യമായി ആര് എപ്പോൾ ഭർത്താവില്ല എങ്കിൽ പാരൻസ്, ചിൽഡ്രൻസ്, പാരൻസ്, ഇങ്ങനെ കൃത്യമായ ഹയറാർക്കി വഖഫ് ബോർഡ് വരെ പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതൊന്നും എവിടെ ഇല്ല, 125 ഇല്ല. ഇല്ലാത്തൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ? മുലയൂട്ടിയ 2 കൊല്ലത്തെ പൈസ കൊടുക്കണമെന്ന് പറയണ ഏക നിയമം ഇസ്ലാമിൻ്റെ. അത് ഇസ്ലാം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2 കൊല്ലം മുലയൂട്ടിയതിനും ഭാര്യയ്ക്ക് പൈസ കൊടുത്തോളണം. എൻ്റെ കുട്ടിയല്ലേ, ഞാൻ കൊടുക്കൂല അറിയാൻ പറ്റൂല. അതെ, ഭാര്യ ആവശ്യപ്പെട്ടാൽ കൊടുക്കണം. അതെ, ഭാര്യ ആവശ്യപ്പെട്ടാൽ കൊടുക്കണം എന്നുള്ളത്. അതിൽ ഒരു പോയിൻ്റ് കൂടി, അതായത് അദ്ദേഹം ചോദിക്കാൻ കാരണം ഒരുപാട് ഖുർആൻ അവർ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ട്രിപ്പിൾ തലാഖിൻ്റെ വിഷയത്തിൽ ഖുർആൻ ഒരുപാട് കോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള വിധികളിലൊക്കെ ഖുർആനെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ആ ചോദ്യം വന്നത് മനസ്സിലാക്കുന്നു. 1971 നമ്മുടെ VR കൃഷ്ണയ്യർ, കേരളീയനായ VR കൃഷ്ണയ്യർ 1960കളിൽ അദ്ദേഹം ഇവിടുത്തെ നിയമമന്ത്രിയായിരുന്നു. ഒരേ സമയം എക്സിക്യൂട്ടീവും ജുഡീഷ്യൽ പോസ്റ്റിലിരുന്ന ഏക മലയാളി കൂടിയാണ് അദ്ദേഹം, VR കൃഷ്ണയ്യർ. അപ്പോൾ അദ്ദേഹം 1971 യൂസഫ് റാവുത്തർ വേഴ്സസ് സാറാ ഉമ്മ എന്ന കേസിൽ പറയുന്നുണ്ട്, ഇന്ത്യയിലെ മനുവിൻ്റെ നിയമങ്ങളോ അറേബ്യയിലെ മുഹമ്മദിൻ്റെ നിയമങ്ങളോ ബ്രിട്ടനിലെ ഡൗൺ സ്ട്രീറ്റിൽ വെച്ചുകൊണ്ട് കോടതി നിരീക്ഷിക്കേണ്ടതില്ല. മറിച്ച് ഓരോ ഇത്തരം സൂക്തങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപരന് വേറൊരാൾക്ക് ചിലപ്പോൾ കൃത്യമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്ന് ആ വിഷയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് ആയത്തുകൾ ഉദ്ധരിച്ചത്, ഇപ്പോൾ ട്രിപ്പിൾ തലാഖിൽ ഉദ്ധരിച്ചിട്ടുള്ളത് ആയത്തുകളൊക്കെ എവിടെ നിന്നാണ്? താഹിർ മഹമ്മൂദിൻ്റെ ടെക്സ്റ്റിൽ നിന്നാണ്. നിങ്ങൾ ആ 800ഓളം പേജ് വരുന്ന വലിയൊരു വിധിയാണുള്ളത്. ആ വിധിയിൽ അടിയിലുണ്ട്, ഫുഡ് നോട്ട്സിൽ കൊടുത്തത് കാണാം, താഹിർ മഹമ്മൂദിൻ്റെ പുസ്തകങ്ങളാണ് അവർ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചത്. വിശുദ്ധ ഖുർആൻ എടുത്ത് അങ്ങനെ ഉദ്ധരിച്ചതല്ല, താഹിർ മുഹമ്മദിൻ്റെ കോഡ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും അവർ ഉദ്ധരിച്ചതൊക്കെ ഖുർആനാണെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ MC ചഗ്ല എന്ന് പറയുന്ന മന്ത്രി, മുസ്ലിം മന്ത്രിയാണ്, മുഹമ്മദ് അലി കരീം ചഗ്ല. അദ്ദേഹം ഏക സിവിൽ കോഡിന് അനുകൂലമായിട്ട് ഒരുപാട് എഴുതിയ ലേഖനങ്ങളും പ്രസംഗിച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതെടുത്ത് ആരെങ്കിലും ഉദ്ധരിച്ചാൽ മുസ്ലിങ്ങളൊക്കെ ഏക സിവിൽ കോഡിന് അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല. തലശ്ശേരി കോടതിയുടെ 100ാം വാർഷികത്തിൽ ജസ്റ്റിസ് ഖാലിദ് എഴുതുന്ന ഒരു ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം എഴുതിയ പ്രബന്ധം മുഴുവൻ ഏക സിവിൽ കോഡ് വേണമെന്നാണ്. ഒരു മുസ്ലിമായ ജഡ്ജി ഏക സിവിൽ കോഡ് വേണമെന്ന് എഴുതിയത് കൊണ്ട് ഇവിടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് വേണമെന്നൊന്നും വരില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞത് താഹിർ മഹമ്മൂദിൻ്റെ അത് ഉദ്ധരിച്ചത് കൊണ്ടാണ് ചിലപ്പോൾ ആ ഖുർആനൊക്കെ ആരോപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ വി ആർ കൃഷ്ണയ്യർ പറഞ്ഞത് അത് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആനിൽ യോഗ്യരായിട്ടുള്ള ഖുർആനിൽ നല്ല ജ്ഞാനമുള്ള ആളുകളാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്, എക്സ്പേർട്ട് ആയിരിക്കണം. ഇന്നലെ വഖഫ് ട്രൈബ്യൂണൽ, കേരള വഖഫ് ട്രൈബ്യൂണലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈബ്യൂണലിൽ ഒരു വിഷയം വന്നു. ആ വിഷയം വന്ന ഇതാണ്, ഒരു പള്ളിയെക്കുറിച്ച് കോടതിയിൽ നിന്ന് അഡ്വക്കേറ്റ് കമ്മീഷണർമാരെ ജൂനിയേഴ്സിനെ പറഞ്ഞേക്കും അവിടെ സ്ഥലം അളക്കാൻ. അതായത് കോടതിക്ക് പോകാൻ സമയമില്ലാത്തപ്പം കോടതിക്ക് പകരമായിട്ട് ഒരാളെ പറഞ്ഞേക്കും അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ട്. അപ്പോൾ ഒരു ബിൽഡിങ് ഒരു ടീം പറയുന്നു, ഹർജിക്കാർ പറയുന്നു ആ ബിൽഡിങ് പുതുക്കി പണിയണമെന്ന്. എതിർ ഭാഗം കക്ഷികൾ പറയുന്നു വേണ്ട, അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ കോടതിയോട് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ വെക്കാൻ പറഞ്ഞപ്പോൾ കോടതി പറയാണ്, ഒരു വക്കീലിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാരണം ഏത് ലോ കോളേജിലാണ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത്? CPC നോക്കിയാൽ ഈ തൂണ്, ഈ പില്ലർ അത് ബലമുള്ള പില്ലറാണോ ബലക്ഷയം സംഭവിച്ച പില്ലറാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ആ പില്ലറിനെ കുറിച്ച് എക്സ്പേർട്ടായ ഒരു സിവിൽ എഞ്ചിനീയറാണ് അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ട് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കമ്മീഷണറായിട്ട് കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ഇല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ ഇവൻ ഞാൻ പോയാൽ എനിക്കെന്താ മനസ്സിലാവുക? എല്ലാവരും അഡ്വക്കേറ്റ് പോയാൽ എന്താ മനസ്സിലാവുക? ഒന്നും മനസ്സിലാവില്ല. അതിങ്ങനെ കുറച്ച് ഭാഗം പൊളിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതേസമയം ഒരു എക്സ്പേർട്ടായ ഒരാൾ പോയാൽ ഇതിൻ്റെ സിമെൻറ്റ് ഇത്ര കുറവാണ്, കമ്പി ഇത്ര കുറവാണ്, ബലം ഇത്രയേ ഉള്ളൂ, ഇതിന് കാറ്റിനെ ഇത്രയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി നല്ലൊരു സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചാൽ പള്ളി പുതുക്കണോ പൊളിക്കണോ എന്നൊക്കെ കോടതിക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ എക്സ്പേർട്ടായ ആളുകളാണ് ആ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മുടെ വി ആർ കൃഷ്ണയ്യർ അടക്കം പറഞ്ഞിട്ടുള്ളത്. ഈ മുർത്തദ്ദീനെ കൊല്ലണം എന്നല്ലേ ഇസ്ലാമിൻ്റെ ശരീഅത്ത്? മുർത്തദ്ദീനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്നല്ലേ? ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അറിയുന്നവർക്കറിയാം. അതെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറയാം. ഇസ്ലാമിനെ അടിസ്ഥാനപരമായി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള 4-5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തതാണ് അവൻ്റെ ഹിഫ്ലുദ്ദീൻ. ദീൻ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിക നിയമപ്രകാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പറയേണ്ടതല്ല, ഞാൻ പറയുന്നു. ആ ദീനിൽ വന്ന് തിരിച്ചു പോയവനെ കൊണ്ട് ദീനിലുണ്ടാകുന്ന ഷർറ് അത് ഒരു അമുസ്ലിം ദീനിലേക്ക് വരാതെ ഒരുത്തൻ്റെ ഷർറിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം അവൻ്റെ കുടുംബത്തിലും മറ്റും അവനുണ്ടാക്കുന്ന വിഭക്തി വളരെ ദീനിന് പ്രയാസം ഉണ്ടാക്കുന്നത് കൊണ്ട് ഹിഫ്ദുദ്ദീനിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം എന്തുകൊണ്ട് വന്നിരിക്കുന്നത്? മുർത്തദിനെ കൊല്ലുക എന്നുള്ള നിയമം നേരത്തെ പറഞ്ഞ ഒരു പണിഷ്മെൻ്റ് പോളിസിയാണ്. ഹിഫ്ദുൽ ഇർദ്, അവൻ്റെ അഭിമാനം സംരക്ഷിക്കുക, മറ്റൊരുത്തിൻ്റെ അഭിമാനം ഇസ്ലാമിൻ്റെ രക്ഷയാണ്. അതെ. അപ്പോൾ അതേപോലെ ഹിഫ്ദുൽ മാല്, ഇങ്ങനെ കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിന്നുകൊണ്ടാണ് ഈ പണിഷ്മെൻറ്റ് ഇസ്ലാം ഓരോന്നിനും വ്യത്യസ്തമായി കൊണ്ടുവന്നിരിക്കുന്നത്. അതേ സമയത്ത് അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് വെയ്ജിങ് വാർ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിനെതിരെ ഒരാൾ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ എന്താ ഗവൺമെൻറ് പോളിസി? അതെ, അന്ന് നേരത്തെ പറഞ്ഞ മതത്തിൻ്റെ ആശയം നിൽക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ മതത്തിൻ്റെ തീരുമാനം. അതേ സമയത്ത് സ്റ്റേറ്റിനെതിരെ ഒരു ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞാൽ എന്താ അവിടെയും പറഞ്ഞത്? അവിടെ അവനിക്ക് കൊണ്ട് പണിഷ്മെൻറ്റ്, ഡെത്ത് പണിഷ്മെൻറ്റ്. അപ്പോൾ ആ രൂപത്തിൽ ഇസ്ലാമിക രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലാതെ ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരു മുർത്തദിനെ കൊല്ലാൻ ഒരു നിയമവും ഇല്ല. ഇസ്ലാമിക രാജ്യം വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ പോളിസിക്കെതിരെയാണ് അവൻ്റെ ആക്ഷൻ. അപ്പോൾ അവനെ ഹിഫ്ദുദ്ദീനിൻ്റെ ഭാഗമായിട്ട് അവനെ കൊല്ലാൻ വിധിക്കുന്നു. ഇന്ത്യ രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ അവനെയും കൊല്ലാൻ വിധിക്കുന്നു. കോൺഫ്ലിക്റ്റ് ഇല്ല. ഏകദേശം അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഈ പറഞ്ഞതിൽ സംശയമൊന്നുമില്ലല്ലോ. കോൺഫ്ലിക്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അല്ല, കോൺഫ്ലിക്റ്റ് ഇല്ല എന്നല്ല. ശരിക്കും 2 സ്റ്റേറ്റ്, 2 ലോ, 2 കോൺസ്റ്റിറ്റ്യൂഷന്, ഇത് ഏതോ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള സാധനം നമ്മളെ ഇവിടെയുള്ള നിയമവും വിരുദ്ധമാണോ ഒന്നുമല്ല പറഞ്ഞത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഈ ഇന്ത്യയിലെ ശരീഅത്തിലോ അല്ലെങ്കിൽ ശരീഅത്തിലോ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ശരീഅത്തിലോ കോൺട്രാഡിക്ഷൻ അല്ല എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് നമ്മുടെ ശരീഅത്തിലോ കോൺഫ്ലിക്റ്റ് ഉണ്ടോ ഇല്ലയെന്നുള്ള കാര്യത്തിന് ഇല്ല എന്നാണ് ഇവിടെ ആൻസർ പറഞ്ഞത്. ഇനി ആ പറഞ്ഞത് തന്നെ വേറൊരു സ്റ്റേറ്റിലെ നിയമമാണ്. ആ സ്റ്റേറ്റിൽ നമ്മുടെ ശരീഅത്തിൻ ലോ അനുസരിച്ച് തന്നെ മുർത്തദിനെ കൊല്ലണോ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഇന്ത്യൻ നിയമത്തിൽ നടപ്പിലാക്കാൻ പറയുന്നില്ല. പൂർണ്ണമായ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് വന്നാൽ മാത്രമേ അങ്ങനെ ഒരു നിയമത്തിന് സാധുതയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. 2 സ്ഥലത്താണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്. അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടേണ്ടതാണ്
ഒരു മുത്തലക്കൻ അല്ലെങ്കിൽ ജനറൽ നിയമമല്ല ആ പറഞ്ഞത് എന്നർത്ഥം. ഏകദേശം അവസാനിച്ചില്ലേ? സമയം ഒരുപാടായിട്ടുണ്ട്. ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ 1978 44th അമെൻമെൻറ്റ് പ്രകാരം ഈ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ അതൊരു ലീഗൽ റൈറ്റ് മാത്രമാണെന്ന് പറഞ്ഞു. എന്താണ് ലീഗൽ റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഏതൊരു സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമല്ലേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ചുരുക്കി പറയാം, ഇപ്പം ഒരാളുടെ സ്വത്ത് സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യത്തിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആകുമ്പോൾ സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ റോഡ് പോകുന്നു, ഇപ്പോൾ ഇതിൽ ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ പോയി, അതല്ലെങ്കിൽ ഒരു NH-17 റോഡ് 45 മീറ്റർ വീതി കൂട്ടണം. അവനാൻ്റെ സ്ഥലം അവനാൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെങ്കിൽ സർക്കാർ അത് ഏറ്റെടുക്കാൻ പറ്റുമോ? പറ്റൂല. ലീഗൽ റൈറ്റ് ആകുമ്പോൾ എന്താണ്? എൻ്റെ സ്ഥലത്തേക്ക് വേറൊരാൾ കടക്കരുതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇഞ്ചക്ഷൻ വാങ്ങുക. എൻ്റെ വസ്തു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ റൈറ്റ്സും സിവിലായിട്ട് എനിക്ക് കിട്ടും എന്ന് മാത്രമല്ല, എൻ്റെ സ്ഥലം ഞാൻ വിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാം. അതൊക്കെ എന്താണ്? ലീഗൽ റൈറ്റാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ അതിന്മേൽ തൊടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ എക്കോസിസ്റ്റം ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ സാധനം ഫണ്ടമെൻ്റൽ റൈറ്റ് നിന്ന് ഒഴിവാക്കിയിട്ട് ലീഗൽ റൈറ്റ് മാത്രമാക്കിയത്. കാര്യം ക്ലിയർ ആയിട്ട് അത് മനസ്സിലാണ്. പിന്നെ റൈറ്റിൽ വ്യത്യാസപ്പെടുന്നത് പാർട്ട് 3 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്, അതല്ലാതെ മറ്റ് വല്ല കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അതെ, അതല്ലാതെ വല്ല സ്റ്റാറ്റ്യൂട്ടിലും ആണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്. അങ്ങനെ ലോ പ്രൊട്ടക്റ്റ് ചെയ്തപ്പെട്ട ഏത് റൈറ്റ് ഉണ്ടോ അതിനൊക്കെ ലീഗൽ റൈറ്റ് എന്ന് വിളിക്കും. ഹ്യൂമൻ റൈറ്റ്സാണ് എന്താണ് UDHR പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്. ഈ റൈറ്റുകൾ ഏത് സ്റ്റാറ്റ്യൂട്ടിൽ എവിടെ പറഞ്ഞിരിക്കുന്നു വെച്ചാൽ പേര് മാറിയിരിക്കുന്നത്. ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ റൈറ്റ് എന്ന് വിളിക്കും. അത് പറയപ്പെട്ട സ്റ്റാറ്റ്യൂട്ടിനനുസരിച്ചിട്ട് അതിൻ്റെ പേര് മാറും. ഫണ്ടമെൻ്റൽ റൈറ്റ് ജനങ്ങളത് സ്റ്റേറ്റിനെതിരെയാണ്. ലീഗൽ റൈറ്റ് ജനങ്ങൾക്ക് അവരുടെ വ്യക്തികൾ തമ്മിലും ആവാം, സ്റ്റേറ്റിനെതിരെയും ആവാം. ഫണ്ടമെൻ്റൽ റൈറ്റ് വ്യക്തികൾക്ക് സ്റ്റേറ്റിനെതിരെ മാത്രമേ ഉള്ളൂ, വ്യക്തികൾക്കെതിരില്ല. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. നല്ല ആഴത്തിലുള്ള ചർച്ചകളായിരുന്നു ഇതുവരെ നടന്നിരുന്നത്. ഇന്ത്യയിലെ മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ, ലോയെക്കുറിച്ചുള്ള അറിവും വിദ്യാഭ്യാസവും അവയർനെസ്സുമാണ് കൂടുതൽ വേണ്ടത് എന്ന് ഒരു പരിഹാരത്തിലേക്ക് നമുക്കെത്താം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നല്ല പരസ്പരം ഭരണഘടനയും ശരീഅത്തും നല്ല അവഗാഹത്തിലുള്ള അറിവും എക്സ്പേർട്ടുകളും ആയിക്കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ ഒരു അവസാനം നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണമാണ് ഇന്ത്യയിലെ ഓരോ ആളുകളും ആഗ്രഹിക്കേണ്ടതെന്നും അങ്ങനെ ജനാധിപത്യത്തെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആ മഹത്വവും മാത്രമല്ല അത് മൈനോറിറ്റിക്കും മതത്തിനും ഫണ്ടമെൻ്റൽ കൊടുക്കുന്ന പരിഗണനയും ഒക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാകും. സ്വാഭാവികമായി ഭരണഘടനാ ശില്പികളോട് ബഹുമാനം തോന്നുന്ന, ആദരവ് തോന്നുന്ന ഒരു രംഗമായിരിക്കും നമ്മൾ അറിവ് വികസിച്ചാൽ ഉണ്ടാകുക എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.